സോ ആ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു ടൂർ ഓപ്പറേറ്റേഴ്സ് ഇല്ല, അതുപോലെ അവിടെ ഗൈഡ്സ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ മൂന്നുപേരും മാത്രമായിട്ട്. അത് പക്ഷെ ഞങ്ങളെ കൊണ്ടുപോവാതെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. കുശുമ്പാണേ. അതെ. ഏറ്റവും വലിയ തടസ്സം ലൂസിഫർ ഒന്നുമല്ല, നാണമാണ്, ലജ്ജയില്ല എന്ന് പറഞ്ഞു. ക്രിസ്തുവിന് വേണ്ടി ഫേമസ് ആകുന്നതിൽ ഒരു ലജ്ജയും വേണ്ട. ബൈബിൾ പറയുന്ന ഏഷ്യ അതല്ല. സോ ലെറ്റ്സ് ഗോ. ബ്ലെസ്സിംഗ് ടുഡേയുടെ അടുത്ത ഒരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സാധാരണ വലിയ ഗമണ്ടൻ വിഷയങ്ങളൊക്കെ ആയിട്ടാണ് വരാറ്. പക്ഷെ ഇന്ന് ഒരു സിമ്പിളാണ്, പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞാനൊരു പ്രത്യേക കാര്യം പറയണം, ഒരു രഹസ്യം പോലെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആക്ച്വലി വിശ്വാസത്തിലേക്ക് ഞാൻ വന്ന സമയത്ത് ചെറുപ്പത്തിലൊക്കെ തന്നെ സാധാരണ പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്, പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ വളരെ വളരെ പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ്, പാരീസ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കാണണം എന്ന് ഒത്തിരി പേര് ആഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതെല്ലാം തന്നെ ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ബൈബിൾ നാടുകൾ എന്ന് പറയാൻ സാധിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അതിലൊന്നായിരുന്നു ഇസ്രായേൽ. ദൈവത്തിന്റെ കൃപയാൽ അനേക പ്രാവശ്യം ഇസ്രായേലിൽ പോകുവാനായിട്ട് ദൈവം നമ്മളെ മൂന്നുപേരെയും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് ഈ ടർക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന തുർക്കി. കഴിഞ്ഞ ദിവസമാണ് എനിക്കൊന്ന് നേമായൊക്കെ ഇങ്ങനെ തമാശയായിട്ട് പറയുന്നത് കേട്ടിരുന്നു. ടർക്കി എന്നുള്ള വേർഡ് കേൾക്കുമ്പം നമുക്ക് രണ്ട് കാര്യമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഒന്ന്, ടർക്കി എന്ന് പറയുന്ന ഒരു ബേർഡാണ് നമ്മൾ കഴിക്കുന്ന, ടർക്കി കോഴി എന്നൊക്കെ പറയും നമ്മളിവിടെ. അമേരിക്കയില് താങ്ക്സ് ഗിവിംഗില് അതെ കഴിക്കുന്നത് ടർക്കിയാണ്. പിന്നെയുള്ളത് നമുക്ക് നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ എല്ലാ ആളുകളും, എനിക്കൊന്ന് ഇന്ത്യയിൽ മൊത്തത്തില് നമ്മള് കുളിക്കാൻ ഉപയോഗിക്കുന്ന തോർത്തിനെ നമ്മള് ടവൽസിനെ ടർക്കി എന്ന് വിളിക്കും. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞാല് ആ കാലഘട്ടത്തിൽ ടർക്കിയില് പരുത്തിയുടെ ഇത്തരത്തിലുള്ള ഈ ബാത്ത് ടവൽസ് വളരെ പ്രസിദ്ധമായിരുന്നു. അപ്പൊ അതിന് ടർക്കീസ് ടവൽ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ടവൽ പിന്നെ അവസാനം ഷോർട്ട് ചെയ്ത് പിന്നെ അത് ടർക്കി മാത്രമായി പോയതാണ്. ഞങ്ങളൊക്കെ ടർക്കി ടവൽ. അതന്നെ, ടർക്കി ടവൽ. ടർക്കീസ് ടവൽ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്. അപ്പൊ നമുക്ക് ഈ ടർക്കി എന്നുള്ള വാക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ്. പക്ഷേ ഈ ടർക്കി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം, അത് ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹത്തിൽ ഒന്നായിരുന്നു, നിങ്ങളും ഇത് ആഗ്രഹിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിനിടയിലാണ് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് കഴിഞ്ഞ ഡിസംബറിൽ നടക്കുന്ന സമയത്ത് 7 സഭകളെ കുറിച്ച് പാസ്റ്റർ ഡാമിയൻ സവിസ്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ സ്ഥലത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം അവിടെ പോയി വന്നിട്ടുള്ള ചില ആളുകളൊക്കെ അതിന്റെ റിപ്പോർട്ട്സുകളും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. ദൈവമേ, ശരിക്കും പറഞ്ഞാൽ ലേറ്റ് ആയി പോയിന്ന് എനിക്കറിയാം. കാരണം അനേക വട്ടം ഇസ്രായേലിൽ പോയിട്ടും ടർക്കിയിൽ ഇതുവരെ പോയില്ല നമ്മള്. ശരിക്കും അത് ലേറ്റ് ആയി പോയിന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ എന്റെ ആഗ്രഹമായിരുന്നു വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുന്നതിന് മുൻപ് പോയി വരണോ. ആ സമയത്താണ് ചില പ്രശ്നങ്ങൾ, യുദ്ധമൊക്കെ ഉണ്ടായിട്ട് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തതാ, പോകാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. അത് പക്ഷെ ഞങ്ങളെ കൊണ്ടുപോവാതെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. കുശുമ്പാണേ. അതെ. പക്ഷെ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാരണം അന്നേരം ഉണ്ടായിരുന്ന ചില യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിമിത്തമാണ് പോകാൻ പറ്റാതെ ആയത്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ആ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് നടന്നപ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടി എന്നോണം നമുക്ക് 3 പേർക്കും ടർക്കിയിലേക്ക് പോകാനായിട്ട് സാധിച്ചു. സാധാരണ നമ്മൾ ഇസ്രായേലിൽ പോകുമ്പോൾ 120-123 പേരെ കേട്ടാ പോകുന്നത്. അറ്റ്ലീസ്റ്റ് 3 ബസ്സസ് എങ്കിലും 3 ബസ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ പ്രാവശ്യം 3 പേരായിട്ടാ പോയത്. നമുക്ക് ഒരു ടൂർ ഓപ്പറേറ്റേഴ്സ് ഇല്ല, അതുപോലെ അവിടെ ഗൈഡ്സ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ 3 പേരും മാത്രമായിട്ട്. ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നേമായിരുന്നു, അതുപോലെ വണ്ടിയുടെ ഡ്രൈവർ നേമായിരുന്നു, ക്യാമറമാൻ നേമായാണ്, ഗൈഡും എല്ലാം നേമായാണ് കോർഡിനേറ്റ് ചെയ്തത്. വലിയൊരു പ്രത്യേകത തോന്നിയത്, നമ്മളവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും റെൻ്റെക്കാർ എടുത്തു. റെൻ്റെക്കാർ നോക്കുമ്പോൾ അതില് NEH 727 അല്ലേ,
NEH നേമയുടെ പേരിലായിരുന്നു. ഞാൻ പറഞ്ഞു അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അത് കൊണ്ടുവന്നു. ബർത്ത്ഡേയുടെ ഡേറ്റും ഉണ്ടായിരുന്നു അതില്. ഡേറ്റും ഉണ്ടായിരുന്നു 27. സോ ഇറ്റ് വാസ് റിയലി അമേസിങ്. ഇറ്റ് വാസ് ലൈക്ക് എ ഡിവൈൻ കോർഡിനേഷൻ. അപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിൾ ലാൻഡ് വാസ്തവത്തിൽ ടർക്കിയാണ്. ബൈബിളിൽ ഏഷ്യ മൈനർ എന്നാണ് ടർക്കി. ഏഷ്യ മൈനർ എന്ന് വിളിക്കുന്നത്. ഏഷ്യ മൈനർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ ഏഷ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു കോണ്ടിനെന്റ് ഉണ്ട്. ബൈബിൾ പറയുന്ന ഏഷ്യ അതല്ല. ബൈബിളിന്റെ ഏഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ മൊത്തം ടർക്കി എടുത്താൽ അതിന്റെ വെസ്റ്റ് കോസ്റ്റിൽ കിടക്കുന്ന ഒരു പീസ് മാത്രമാണ്, ഏജിയൻ കോസ്റ്റ് ബേസിക്കലി. ഈജിയൻ കോസ്റ്റ്. എന്നാൽ ഏഷ്യ മൈനർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഏകദേശം ടർക്കി മൊത്തം വരും. ഏഷ്യ എന്ന് പറയുമ്പോൾ ആ ഒരു പീസ് മാത്രമേ ഉള്ളൂ. അതിലാണ് നമ്മുടെ ഈ 7 ചർച്ചസ് കിടക്കുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച്, ഈ ടർക്കിയെക്കുറിച്ചൊന്ന് നോക്കിയപ്പോൾ, എന്നേക്കാൾ കൂടുതൽ ജോഗ്രഫി ഇതൊക്കെ അറിയാവുന്ന നേമായിക്കാണ്, ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ അധികം ഇസ്രായേലിലോട്ടാണ് എല്ലാ ക്രൈസ്തവ സഭകളും പിൽഗ്രിമേജ് പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം യേശു ജനിച്ച നാട്, വളർന്ന നാട്, തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻ്റ്. നമ്പർ 1 അത് തന്നെ. നമ്പർ 1 അത് തന്നെ. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് ടർക്കിയാണ്. അതിനൊരു കാരണം, ഞാനൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്തെല്ലാമാണ് ആ പ്രദേശത്ത് നടന്നത്. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ ഈ ഒറ്റ ട്രിപ്പ് കൊണ്ട് ബൈബിൾ ജിയോഗ്രഫി ഭയങ്കര, എസ്പെഷ്യലി ന്യൂ ടെസ്റ്റമെന്റിൽ, അതും ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് തുടങ്ങി റെവലേഷൻ വരെ ഉള്ള ഫുൾ ഏകദേശം ഭയങ്കര ഒരു ക്ലാരിറ്റി വന്നു. മാത്രമല്ല അവിടെ റിയലായിട്ട് പോയിട്ട് നമ്മൾ ഇത്രയും വർഷങ്ങളായി വായിച്ചുകൊണ്ടിരിക്കുന്ന, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലിറ്ററലി അവിടെ ചെന്ന് നിന്ന് കാണുമ്പോൾ, എന്നിട്ടൊന്ന് മാപ്പിലേക്ക് നോക്കുമ്പോൾ, എന്നിട്ട് ബൈബിൾ എടുത്തൊന്ന് നോക്കുമ്പോൾ, വാ, എന്റെ പെർസ്പെക്റ്റീവ് തന്നെ മാറി. നോർമലി നമ്മുടെ എല്ലാവരും ബൈബിളിന്റെ ബാക്കില് എന്തൊരു മാപ്പ് ഉണ്ടാവുമല്ലോ. ഇതില് പോൾസ് മിഷണറി ജേർണിയുടെ മാപ്പ് ഇവിടെ ഇതിലുണ്ട്. മിക്കവാറും എല്ലാ ബൈബിളിലും ഉണ്ട്. ഈവൻ മലയാളം ബൈബിളിൽ വരെ ഉണ്ട്. പോൾസ് മിഷണറി ജേർണിയുടെ മാപ്പ് എപ്പോഴും ഉണ്ട്. നമ്മളെപ്പോഴും കാണും. ബട്ട് അവിടെ പോകുമ്പോഴാണ് ആക്ച്വലി ഇതൊക്കെ അടുത്താണല്ലോ, പോകുന്ന വഴിയാണല്ലോ, ഈ ചർച്ചിന്റെ അടുത്താണ് ഈ ചർച്ച്. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില യേശു പറഞ്ഞ ചില വാക്കുകൾ പോലും പല സഭകളും തമ്മിലുള്ള കണക്ഷൻ. അതെല്ലാം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആക്ച്വലി നമ്മൾ ഓരോ സ്ഥലത്തേക്കും നമ്മൾ ഇനി ട്രാവൽ ചെയ്യാൻ പോകും. ഒരു തരത്തിൽ പറഞ്ഞൊരു ട്രാവൽ വ്ളോഗായിട്ട് ഇതിനെടുത്താൽ മതി. പക്ഷെ ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് സെറ്റിങ്ങിൽ കൂടെ ഇരുന്ന് പറയുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഓസ്മോ, ഒരു ചെറിയൊരു ക്യാമറയാണ്. ഒരു പ്രൊഫഷണൽ ക്യാമറയില്ല, ക്യാമറമാൻ ഇല്ല, ഒന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ഒരുപക്ഷെ ഇതിൽ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോകൾ ഒരുപക്ഷെ ഒരല്പം ക്വാളിറ്റിയൊക്കെ കുറവായിരിക്കും, എങ്കിലും ദൈവം അത് സാധിപ്പിച്ചു. അപ്പം ഒരു ഇൻട്രൊഡക്ഷനായിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. ആദ്യത്തെ സ്പോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ടർക്കിയുടെ കാര്യം ഒന്ന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാൽ ബൈബിൾ വായിക്കുമ്പോഴൊരു ഇത് കിട്ടും. അപ്പോൾ ഈ ടർക്കിയിൽ നടന്ന സംഭവങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ റെഡിയാക്കി. അപ്പോൾ ദാറ്റ് ഈസ് മൈൻഡ് ബ്ലോയിങ്. അതിൽ നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇപ്പോൾ നമ്മൾ പറയുന്ന വെളിപാട് പുസ്തകത്തിൽ 7 സഭകൾ ഒരു സർക്കിളിലാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു സർക്കിൾ എടുത്ത് വരാം. അല്ലെങ്കിൽ ഒരാൾ നടക്കുവാണെങ്കിലും, ഒരു പോസ്റ്റ്മാൻ നടക്കുവാണെങ്കിൽ ഇങ്ങനെ പോയി വരാം. യോഹന്നാൻ യോഹന്നാനിലൂടെ കർത്താവ് എഴുതിയ ഓരോ സഭയ്ക്കുള്ള കത്തുകൾ 7 പിടിച്ചുകൊണ്ട് ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് കൊടുത്തു കൃത്യം ഒരു റൗണ്ട് എടുത്ത് വരാം. അതൊരു പ്രത്യേക ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. എഫേസോസ്, സ്മിർന, അങ്ങനെ പറയുന്നത്. അത് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ. അതിന്റെ ഓർഡർ അതിനൊരു എളുപ്പവഴി പറഞ്ഞു തരാം. ESP പറഞ്ഞേ, TSP L അക്രോണിമാണ് ആദ്യത്തെ. ESP എന്ന് പറഞ്ഞാൽ എഫേസോസ്, സ്മിർന, ഇപ്പഗമം. അത് എന്നിട്ട് TSP തൈറ, സാർഡിസ്, ഫിലഡൽഫിയ, L ലൗഡീഷ്യ. ഇത്ര ഓർത്താൽ മതി. ആ ഓർഡറിലാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതവിടെ കിടക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു കഴിഞ്ഞാൽ, മൈ ഗോഡ്, ആദ്യ അധ്യായം മുതലുള്ള എല്ലാ സാധനങ്ങളും മിക്കവാറും ഇതിനകത്തുണ്ട്. ഒരു 90% ഉണ്ടെന്ന് പറയാം. ഉദാഹരണത്തിന് അന്ത്യോക്യയിലാണ് ഈ ജെറുസലേം കഴിഞ്ഞാൽ രണ്ടാമത്തെ, അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ ഉണർവ് 3 ഫേസസ് ആണ്. ഒന്ന് ആക്ട് ചാപ്റ്റർ 2, രണ്ടാമത്തേത് ആക്ട് ചാപ്റ്റർ 13,
മൂന്നാമത്തത് 19. 3 ഫേസാണ്. ആദ്യത്തെ ജെറുസലേമിൽ ഒരു ഭയങ്കരമായത്, രണ്ടാമത്തെ അന്ത്യോക്യ എന്നുള്ള മിഷൻ സെൻഡിങ്. 19 എഫേസോസിൽ നടന്നൊരു ഭയങ്കര സംഭവം. അത് 18-19 കിടക്കും. 3 ഫേസ്, 3 വേവാണ് അടിച്ചത്. അതില് ആന്റിയോക്ക് ഓഫ് സിറിയ എന്ന് പറയുന്നത് ഭൂപടത്തിൽ എടുത്ത് നോക്കിയാൽ മതി, ആന്റിയോക്ക് ഓഫ് സിറിയ. പക്ഷെ ഇന്ന് അത് അന്ന് സിറിയയിലാണ്, അന്നത്തെ കാലത്ത്, യേശുവിന്റെ കാലത്ത്. ഇപ്പോഴത്തെ ഭൂപടം അനുസരിച്ച് ടർക്കിയുടെ അകത്താണ് അന്ത്യോക്യ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ നടക്കുന്നത് പൗലോസിന്റെ മിഷൻ ലോഞ്ചിങ് പാഡ്. യെരുശലേമിലെ അന്ത്യോക്യ അല്ല ഈ പറയുന്നത്, യെരുശലേമിൽ അന്ത്യോക്യ ഇല്ല, സിറിയയിലെ. അന്നത്തെ കാലത്ത് ആന്റിയോക്ക് 16 എണ്ണത്തോളം ഉണ്ട്. ആന്റിയോക്ക് ഓഫ് പിസീഡിയ എന്ന് പറഞ്ഞ വേറൊരെണ്ണം ഉണ്ട്. ഒത്തിരി അന്ത്യോക്യ ഉണ്ട്. കാരണം ആന്റിയോക്കസ് എന്ന് പറയുന്ന ഒരു അന്നത്തെ ഇങ്ങനെ ഓർത്താൽ മതി, അലക്സാണ്ടർ ആണെങ്കിൽ അലക്സാണ്ട്രിയ ഉണ്ടാക്കും, മനസ്സിലായി, ഹെറോദാണെങ്കിൽ ഹെറോദിയ ഉണ്ടാക്കും. ഇത് ആന്റിയോക്കസ് എന്ന് പറയുന്ന ഒരു ആ എംപറർ കുറെ അങ്ങ് ഉണ്ടാക്കും. എവിടെയൊക്കെ സിറ്റി പണി അതിനെല്ലാം പുള്ളിയുടെ പേരും കിട്ടും. അങ്ങനെയാണ് ഇത് കിട്ടിയത്, അന്ത്യോക്യ. ഇവിടെയാണ് പൗലോസ്, അവിടെ നിന്നാണ് പൗലോസിനെയും ബർണബാസിനെയും ഇവര് പ്രാർത്ഥിച്ചു വിടുന്ന സ്ഥലം അന്ത്യോക്യ. എവിടെ കിടക്കുന്നേ? ടർക്കി. അത് കഴിഞ്ഞ് ആന്റിയോക്ക് ഓഫ് പിസീഡിയ പറഞ്ഞു. ഇക്കോണിയം എന്നുകൊണ്ടാണ് മലയാളം ബൈബിളിൽ, മലയാളം അറിയാവുന്ന പറയണം. ലുസ്ത്ര സ്ഥലം ഏതാന്ന് മനസ്സിലായോ? തിമോത്തിയോസ് ജനിച്ചു വളർന്ന സ്ഥലം. അത് എവിടെ കിടക്കുന്നത്? ടർക്കിയിൽ കിടക്കുന്നത്. ദെർബ, പെർഗ, അറ്റാലിയ, ട്രോവസ്, മിലേറ്റസ്, അസോസ്, ചിയോസ്, സാമോസ്, കോസ്, റോഡ്സ്, പറ്റാറ, മൈറ. ഇതെല്ലാത്തിന്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ. സ്നീഡസ്, അഡ്രമിറ്റിയം, അദ്രമുത്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കപ്പൽ കയറിയ സ്ഥലം. സിലീസിയ, ടാർസസ് ഏതാ? ഷൗൽ അവിടെ ജനിച്ചു വളർന്നേ. എവിടെ കിടക്കുന്ന? ടർക്കി. പറഞ്ഞ വിശ്വസിക്കൂ, നമ്മുടെ ആ പൗലോസ് അപ്പസ്തോലൻ ടർക്കിക്കാരനാണെന്ന് പറഞ്ഞ വിശ്വസിക്കൂ. തുർക്കിക്കാരനാ പുള്ളി. ആ സമയത്ത് റോമൻ സിറ്റിസൺ. ആ സമയത്ത് ഇവിടെ മൊത്തം റോമൻ സാമ്രാജ്യമായിരുന്നല്ലേ. ഇത് മൊത്തം പിടിച്ച് അവിടെ റോമക്കാരെടുത്ത് ഓരോരോ സിറ്റികൾ പണിതുകൊണ്ടിരിക്കുക. ഇതിൽ പിന്നെ ഇതെല്ലാം അപ്പോസ്തല പ്രവൃത്തികളിലുള്ള പേരുകൾ ഞാൻ ഈ പറയുന്നേ. പാംഫിലിയ, ലൈക്കോണിയ, ഫ്രിജിയ, കൊലോസിർക്കിയത് ലേഖനം സഭ നിന്നിരുന്ന സ്ഥലം. നമ്മൾ അവിടെ അതിന്റെ അടുത്ത് വരെ പോയി, നമ്മൾ പോകാൻ പറ്റിയില്ല. ഹീറപ്പോളിസ് എഴുതിയിട്ടുണ്ട്, അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ട്രോവസ്, പോന്തസ്, ഗലീഷ്യ ഇതിന്റെ നടുക്കായിട്ട് വരും. ടർക്കിയുടെ ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും ഗലീഷ്യ. കപ്പഡോഷ്യ, ടൂറിസ്റ്റുകൾ ഒത്തിരി പോകുന്ന സ്ഥലമാണ് കപ്പഡോഷ്യ. കേവ്സ് ഉള്ള എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതിന്റെ അകത്ത്, അതായത് ലാവ വന്ന് വീണുണ്ടായ ഒരു സ്ഥലമാണ്. അതിന്റെ അകത്ത് സിറ്റി. 20,000 പേരൊക്കെയാണ് ഒരു കേവിന്റെ അകത്ത്, പല 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 വീടുകൾ വെച്ച് താമസിക്കുന്നത്. ഇതിന്റെ അകത്ത് മാളങ്ങളാണ്. അവിടെ ടൂറിസ്റ്റുകൾ ഒത്തിരി പോകുന്നുണ്ട്. അവിടെയാണ് ഹോട്ട് ബലൂണിലൊക്കെ ആളുകൾ പറക്കുന്നത്. കുപ്പതോക്കിയ, ബിഥിന്യ, ഇങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ. അവിടെ നിന്ന് നേരെ അപ്പുറത്ത് കിടക്കുന്ന ദ്വീപാണ് പത്മോസ്. ഞങ്ങൾ അടുത്ത് വരെ പോയി, ഏകദേശം ഇങ്ങനെ നോക്കിക്കണ്ടു. 100 കിലോമീറ്റർ അപ്പുറത്താണ് എഫേസോസിൽ നിന്ന് കിടക്കുന്നത്. പക്ഷെ നമുക്ക് ഷെങ്കൺ വിസ ഇല്ലാഞ്ഞുകൊണ്ട് ഈ ട്രിപ്പിൽ നമുക്ക് സാധിച്ചില്ല, സമയമില്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്നാണ് പോയി വന്നത്. ഇത് കൂടാതെ ഇതിന്റെ പ്രാധാന്യം പറയുന്നത് വെച്ചാൽ ഈ 2 പോഡ്കാസ്റ്റ്, ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും നടക്കുന്ന 2 പോഡ്കാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പ്രാവശ്യം കാണണമെന്ന് പറയുന്നത്, എല്ലാവർക്കും അയച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ ബൈബിൾ പേഴ്സ്പെക്റ്റീവ് മാറ്റിയെടുക്കരുത്. പക്ഷെ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയൊന്നും അല്ല, അതിനൊക്കെ നല്ല സമയം എടുക്കും. ഓരോ സ്ഥലത്ത് നിന്ന് ഫിലിം ചെയ്യണം. ഹിസ്റ്ററി, ജോഗ്രഫി, വേർഡ്, ദൂതുകളെല്ലാം വെച്ചിട്ട് ഭയങ്കരമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത്രയൊന്നും ഞങ്ങൾക്ക് പോകാൻ സമയം, എല്ലായിടത്തും മിനിറ്റുകൾ കൊണ്ടാണ് പോയി വന്നത്. ഇനി കേട്ടോ, അവിടെ നിന്ന് ഈ റീജിയണിലോട്ടോ അല്ലെങ്കിൽ ആ റീജിയനിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ട ലേഖനങ്ങൾ, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, എഫേസ് ലേഖനം, കൊലോസ് ലേഖനം, ഫിലമോൻ എഴുതിയില്ലേ, വെളിപാട് പുസ്തകത്തിന്റെ തൊട്ടപ്പുറത്തിരുന്നു, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, ഗോസ്പൽ ഓഫ് ജോൺ, ഇതെല്ലാം എഴുതപ്പെടുന്നത് ഈ പ്രദേശത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സഭാ നേതാക്കന്മാരുടെ ഉദയത്തിനും സഭാ വളർച്ചകൾക്കും ആദിമ നൂറ്റാണ്ടിൽ ആദിമ സഭയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരിടം എന്ന് പറയുന്നത് ഒരു പരിധിവരെ യേശു കർത്താവിന്റെ ജനനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൽ ഇത്രയും വലിയൊരു ഫെയിമും കാര്യങ്ങളും ഒക്കെ വന്നത്. പക്ഷെ ഈ ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്ര ഓർത്താൽ മതി, ന്യൂ ടെസ്റ്റമെന്റ് അതായത് സഭ ജനിച്ച ശേഷമുള്ള മെയിൻ കാര്യങ്ങൾ മൊത്തം അന്നത്തെ നോൺ വേൾഡ് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ജെറുസലമിനെക്കാട്ടും കൂടുതൽ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചത്
in the New Testament church. അതായത് ഇവിടുന്ന് ബർത്ത് ചെയ്ത് റിവൈവൽ കഴിഞ്ഞ് ചാപ്റ്റർ 2 കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവിടെയായിരുന്നു മൂവ്മെന്റ്. അതായത് ആക്സെപ്റ്റ് 2 കഴിഞ്ഞിട്ട് 8 വരാൻ നേരത്ത് പീഡനം ഭയങ്കരമായി ചിതറുന്നു. ഭയങ്കരമായ അത് ജൂയിഷ് ഡയസ്പോറ നടന്നതുപോലെ തന്നെ ക്രിസ്ത്യൻ ഡയസ്പോറ നടക്കുക. ഇങ്ങനെ ഓർത്താൽ മതി. ഈ പഞ്ഞിമരം ഉണ്ടല്ലോ, ഈ പഞ്ഞിമരത്തില് റെഡിയായി കഴിയുമ്പോൾ വിത്തൊക്കെ ആയി കഴിയുമ്പോൾ ഒരു കാറ്റടിക്കും. ആ സമയത്താണ് എന്ത് പറയുന്നത്, ഒരു പൊട്ടിയിട്ട് അപ്പൂപ്പൻ താഴെ ഒരു സാധനം ഇങ്ങനെ കാറ്റത്ത് പറന്ന് ഇങ്ങനെ സ്കാറ്റേഡ് ആവും, അവിടെ എല്ലാം മുളക്കും. ഇതേ ഫിനോമിനാണ് ക്രൈസ്തവ സഭയിൽ അന്നുണ്ടായത്. അതിനൊരു കാരണം കൂടി ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിൽ 1:8 എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷി. ഇവര് പോയില്ല. ഇവരാകെ പോകുന്നത് എന്താണ്? യഹൂദന്മാരെവിടെയെങ്കിലും ഉണ്ടോ അവരോട് സുവിശേഷം പറയും. പുറത്തോട്ട് ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഈ നമ്മുടെ പത്രോസിന് ഒന്ന് പുറത്തു പോയി ഒരു യഹൂദനല്ലാത്ത ഒരാളോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി 3 പ്രാവശ്യം തുപ്പട്ടി ഇറക്കട്ടി വന്നു. എന്നിട്ടാണ് ആ പുള്ളി പോയത്. അപ്പോഴേക്കും പെന്തക്കോസ്ത് കഴിഞ്ഞിട്ട് 10-13 വർഷം 11 വർഷം 13 വർഷം കഴിഞ്ഞു. ഒരാളും സുവിശേഷം പറഞ്ഞിട്ടില്ല. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് കർത്താവ് പറഞ്ഞ, സാധാരണ ചില സ്കോളേഴ്സ് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 1:8 സംഭവിച്ചില്ലെങ്കിൽ 8:1 സംഭവിക്കും. 8:1 എന്താ? ചിതറി, പീഡനം വന്ന് ചിതറി. 8ന്റെ പണിയാണ്. അവര് ചിതറി, എല്ലായിടങ്ങളിലേക്കും ചിതറി. അവര് ശമര്യയിൽ പോയി, ഇവിടെ പോയി അവസാനം ജെറുസലേം കഴിഞ്ഞാൽ ഏറ്റവും പ്രോമിനന്റ് ചർച്ച് ഇവോൾവ് ചെയ്ത് വന്നത് അന്ത്യോക്യയിലാണ്. ആ അന്ത്യോക്യ ഇരിക്കുന്നത് തുർക്കിയിലാണ്. ഒത്തിരി സഭകളുടെ വളർച്ചയും കാര്യങ്ങളും എല്ലാം തന്നെ. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് ഒത്തിരി കൗൺസിൽസും നടന്നിട്ടുള്ളത്. ഈ ആദ്യത്തെ ഒരു കൗൺസിൽ നടന്നത് ആക്ട്സ് ചാപ്റ്റർ 15 ജെറുസലേമിൽ വെച്ചിട്ട് നടന്നു. പിന്നത്തെ കൗൺസിൽ നടക്കുന്നത് നിക്കിയ. അത് നടക്കുമ്പോഴത്തേനും അത് ടർക്കിയിലാണ് നടന്നിട്ടുള്ളത്. പിന്നെ എഫെസോസിലും നടന്നിട്ടുണ്ട്, കോൺസ്റ്റാന്റിനോപ്പിളിലും നടന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ പിന്നീട് പ്രധാനപ്പെട്ട 4 സുന്നഹദോസുകൾ അത് നടത്തപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ടർക്കിയിലാണ്. അപ്പൊ ഒരെണ്ണം മാത്രം ജെറുസലേമിൽ. പിന്നെ അപ്പൊ അതായത് സഭ പിറന്നതിന് ശേഷം നേരത്തെ പറഞ്ഞത് അതിനുശേഷമുള്ള ഒരു വളർച്ചയുടെ പ്രധാന പങ്ക് വഹിച്ച ഒരിടമാണ് ടർക്കി. ഞങ്ങള് പക്ഷേ ഷമ സിസ്റ്റർ പറഞ്ഞ പോലെ വൈകിപ്പോയി. എങ്കിലും ഇപ്പോഴെങ്കിലും ഒന്ന് പോകാൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തരിക, അതാണ് ഈ പോഡ്കാസ്റ്റിന്റെ ഉദ്ദേശം. വീണ്ടും മുൻകൂർ ജാമ്യം എടുത്ത് പറയുകയാണ്, ഇത് പൂർണ്ണതയുള്ളതല്ല, ഇൻഡെപ്ത് അല്ല. ഒത്തിരി ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നും ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ ഒരു ഐഡിയ കിട്ടുന്ന ഇത് മാത്രമേ ഈ 2 പോഡ്കാസ്റ്റിലുള്ളൂ. ദൈവം അനുവദിച്ചാൽ ഭാവിയിൽ എനിക്കൊരാഗ്രഹമുണ്ട്, ബൈബിൾ ജിയോഗ്രഫി വെച്ച് തന്നെ ചില പോഡ്കാസ്റ്റുകൾ ചെയ്യണമെന്നുണ്ട്. ജിയോഗ്രഫി ഒന്നും എത്ര പേർക്ക് ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. പഠിച്ചിരുന്ന കാലത്ത് ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്ക് നല്ലൊരു ജിയോഗ്രഫി ടീച്ചർ ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ. എല്ലാം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അങ്ങ് ആ സമയത്ത് ഇഷ്ടം. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹിസ്റ്ററിയും ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഹിസ്റ്ററിയുടെയും ഇതിന് ഭയങ്കര ഫാൻസ് ആണ്. അപ്പൊ നമ്മള് ഈ ടർക്കിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഫോക്കസ് ചെയ്തത് ഈ 7 സഭകൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ പലത് കിടപ്പുണ്ട്. അങ്ങോട്ടൊന്നും ഒത്തിരി പോകാൻ നമുക്ക് പറ്റിയില്ല. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങിയാലോ? ഒന്നാമത്തെ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇനി എന്താണ് പറയാനുള്ളത്? എല്ലാവരും നമ്മുടെ കൂടെ വരിക, അല്ലെ? ഓരോ സഭകളിലേക്കും പോകുമ്പോൾ ചില ദൃശ്യങ്ങൾ കാണിക്കും, ഒരു ഐഡിയ കിട്ടും എല്ലാവർക്കും. എൻ്റെ ആഗ്രഹം, എൻ്റെ ഒരു ഇത് പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലെ പ്രധാന കാര്യങ്ങളെല്ലാം കുറിച്ചെടുക്കണം. എന്നിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആ കിട്ടിയ ഇൻഫർമേഷൻ, ഇതിൽ കാണിക്കുന്ന ചില മാപ്പുകൾ, ഇതിൽ കാണിക്കുന്ന കുറേ ഇൻഫർമേഷൻ, വീഡിയോ, ഇതെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നോട്ട്ബുക്കിൽ ബൈബിളിൽ കുറിച്ച് വെക്കുക, സൈഡിലൊക്കെ ഒന്ന് കുറിച്ച് വെക്കാം. അങ്ങനെ ആ രീതിയിൽ ഒന്ന് ബൈബിൾ പഠിക്കാൻ തുടങ്ങുക. ആർ യു റെഡി? സോ ഒന്നാമത്തെ സ്ഥലം ഏതാണ്? എഫെസോസ്. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ നേരെ പോയി ലാൻഡ് ചെയ്ത് എവിടെയാ? ഇസ്താംബൂളിലേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് അവിടുന്ന് ഇസ്താംബൂളിൽ നമ്മൾ ഒന്ന് സ്റ്റേ ചെയ്തു. അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് കുറച്ച് ചരിത്ര പ്രധാനമായിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു. കാരണം ഇസ്താംബൂൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏഷ്യയുടെയും അതുപോലെ യൂറോപ്പിന്റെയും
കറക്റ്റ് സ്ഥലം പങ്കിടുന്ന യൂറോപ്പിന്റെ ഒരു ഭാഗമായിട്ട് അതൊന്ന് പറഞ്ഞേ. അതായത് ഈ ടർക്കിയുടെ കുറെ ഭാഗം ഏഷ്യയിലും കുറെ ഭാഗം യൂറോപ്പിലും ഉള്ള അതിന്റെ ഒരു ഇൻഫർമേഷൻ. ടർക്കി എന്ന കൺട്രി 2 കോണ്ടിനെന്റ്സിൽ സ്പ്രെഡ് അക്രോസ് ആണ്. അതിൽ 95% ഓഫ് ഇറ്റ്സ് ലാൻഡ് മാസ് ഏഷ്യയിലാണ്. അതായത് ഒരു ട്രാൻസ് കോണ്ടിനെന്റൽ ഭൂപ്രദേശമായിട്ട് ഇതിനെ പറയാം. ഇത് ഏഷ്യയും യൂറോപ്പും കൂടി ചേരുന്നു. പക്ഷെ ഇതിൽ എന്നെ സംബന്ധിച്ചിട്ട് 90% ഏഷ്യ കിടക്കുന്നു. 95% അതിൽ കൂടുതലുണ്ടെന്നു. ഒരു 5% യൂറോപ്പിലാണ്. And ആ 3 ഉള്ളെന്ന് തോന്നുന്നു അല്ലെ? ടർക്കി അല്ല, ഇസ്താംബൂളിന്റെ 3% ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. And then ഇസ്താംബുൾ ഇറ്റ്സ് എ ഹ്യൂജ് സിറ്റി, വലിയൊരു സിറ്റിയാണ്. അതില് ഏഷ്യയിലെ ഭാഗമുണ്ട്, യൂറോപ്പിലെ ഭാഗമുണ്ട്. അത് നമുക്ക് ബോട്ട് വഴി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം, പാലം വഴി ക്രോസ് ചെയ്യാം, പല രീതിയിൽ ക്രോസ് ചെയ്യാം. ചെറിയ ചെറിയ കടലിടുക്കുകൾ എന്ന് പറയാനേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതില് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഇസ്താംബൂളിൽ ചെന്ന ആ ദിവസം മെയ് 29 ആയിരുന്നു. എക്സാക്ട്ലി 573 വർഷങ്ങൾക്ക് മുമ്പാണ് ഓട്ടോമൻ കിങ്സ് വന്നിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെ പിടിച്ചടക്കി. എക്സാക്ട്ലി ദ ഡേ. അതൊരു പ്രത്യേക കോയിൻസിഡൻസ് പോലെ എനിക്ക് തോന്നി. ഏതായാലും ഞങ്ങൾ അവിടെ ഇറങ്ങുന്നു. അതിനുശേഷമാണ് ഈ ഓരോ ചർച്ചുകളിലേക്കും ഞങ്ങൾ തന്നെ റെന്റ് കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് പോയി. ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്ന് ഇടയ്ക്ക് കയറിയേക്കുവാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നായിരുന്നു അതിന്റെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഇന്നത്തെ കാലത്ത് ഇസ്താംബൂൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യം അത് റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ റോമൻ ചക്രവർത്തിമാരുടെ കീഴിലായിരുന്നു. അതിനുശേഷം ബൈസന്റൈന്റെ കാലഘട്ടത്തിലേക്ക് വന്നു. അതിനുശേഷമാണ് നേരത്തെ പാസ്റ്റർ പറഞ്ഞ ഓട്ടോമൻ അവരുടെ കീഴിലേക്ക്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലൊരു ക്രിസ്തീയ രാജ്യമായിരുന്ന അപ്പാടെ ഒരു ഇസ്ലാം രാജ്യത്തിലേക്ക് മാറ്റപ്പെടുന്നു. ഇന്ന് ഒരു മതത്തിന്റെയും കീഴിലല്ല എന്ന് പറയുന്ന സെക്യുലർ കൺട്രി ആണ് മുസ്ലിം ഇതെന്ന് പറയും. മെജോറിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി പേരും പ്രാക്ടീസിങ് ഒരു റിലീജിയസ് പീപ്പിൾ അല്ല. മേജർ സിറ്റീസില് ഇസ്താൻബുൾ, ഇസ്മീർ പോലത്തെ മേജർ സിറ്റീസില്, അന്റാലിയ, അവിടെ ഒന്നും അത്രയും പ്രാക്ടീസിങ് ആയിട്ട് തോന്നിയില്ല. ആൻഡ് അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചപ്പോഴും അവർ അത് തന്നെയാ പറഞ്ഞത്. കുറച്ചും കൂടി സെക്യുലർ, മോഡേൺ, യൂറോപ്യൻ പോലത്തെ ഉള്ള ഒരു കൺട്രി തന്നെയാണ് ആ ഒരു ഭാഗം അറ്റ്ലീസ്റ്റ്. ബട്ട് വേറെ കുറച്ചും കൂടി റിലീജിയസ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള വേറെ ഭാഗങ്ങളും ഉണ്ട്. ബട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ദിവസം കൊണ്ടാണ് കോൺസ്റ്റന്റീൻ കൺവേർട്ട് ആയതിനു ശേഷം കംപ്ലീറ്റ്ലി ഹോളി റോമൻ എംപയർ എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ ഒരു നേഷൻ അല്ലെങ്കിൽ ഒരു എംപയർ ആയി മാറിയത്. അതിനുശേഷം കോൺസ്റ്റന്റീനോപോൾ എന്ന പേര് അതിന് കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ഓട്ടോമൻ എംപയർ വന്ന് കീഴടക്കിയതിനു ശേഷം ഇസ്താൻബുൾ എന്ന പേരിലാണ് ഇപ്പോൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ കുറെ ക്രിസ്തീയ സഭകളുടെ ഒക്കെ ആദ്യകാലത്തുണ്ടായിരുന്ന സഭകളുടെ, അതായത് ആദ്യ എന്താ പറയുക 500 AD 500-നകത്ത് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലെ പള്ളികളുടെയും മറ്റു ഒത്തിരി കാര്യങ്ങള് നമുക്ക് അവിടെ അവശിഷ്ടങ്ങളൊക്കെ സ്മാരകങ്ങളായിട്ടോ മ്യൂസിയങ്ങളായിട്ടോ ഒക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ. പല പള്ളികൾ അതിനുശേഷം ആ സെയിം സ്ഥലങ്ങൾ മോസ്കുകളായിട്ട് മാറി, പിന്നെ തിരിച്ച് പള്ളികളാക്കി, പിന്നെ മ്യൂസിയം ആക്കി. അങ്ങനെ ഹേഗിയ, സോഫിയ തുടങ്ങി ഉള്ള പലതുണ്ട്. ഹേഗിയ, ഐറീൻ, ഇങ്ങനെയുള്ള പലതുണ്ട്. എനിവേ ഒരു കാര്യം ഞാൻ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം പറയാം, അവിടുത്തെ മനുഷ്യർ നല്ലവരായിട്ട് എനിക്ക് തോന്നി, ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ഒരിക്കൽ പോലും ഒരാൾ പോലും നമുക്കൊരു മുഷിച്ചിലുണ്ടാക്കുന്നില്ല. എല്ലാവരും കടയിൽ ചെന്നാലും പുറത്ത് ചെന്നാലും എല്ലാം വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല. ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവർ ഭയങ്കര ആരഗന്റ് ആയിരിക്കും, ഇന്ത്യൻസിനോടും വിദേശികളോടൊക്കെ അവർ പേരും. പക്ഷേ പീപ്പിൾ ആർ സോ ഫ്രണ്ട്ലി. അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയത്. എനിവേ ഹിയർ വി ഗോ ടു ദ ഫസ്റ്റ് സ്പോട്ട്, എഫെസോസ്. Come with us. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ ഒന്നാമത്തെ സഭ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്നാണല്ലോ പറയുന്നത്. ആ എഴുതിയത് എന്താണ് നമുക്കൊന്ന് ആദ്യം വായിക്കാം. ഇത് 2-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗങ്ങളാണ്. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കൈ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ
ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എങ്കിലും നിക്കോലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഫ്ലാഷ് ബാക്ക്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇതാ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അവരെല്ലാവരും തീയിൽ നിറഞ്ഞു, കാറ്റിൽ നിറഞ്ഞു, ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഒരു വലിയ പുരുഷാരം, ഒരാൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടത്തിൽ 17 സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കൂട്ടമാണ് നിൽക്കുന്നത്. അതിൽ ഞാൻ നോക്കിയപ്പോൾ അധികം പേരും എവിടെ നിന്നായിരുന്നറിയാമോ? ഏഷ്യ മൈനറിൽ നിന്ന്, അഥവാ ഇന്നത്തെ ടർക്കി. അവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതിൽ എഫേസോസിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഏകദേശം ആ ഡയറക്ഷനിൽ ഒരു 100 കിലോമീറ്റർ ഡയറക്റ്റ് പോയാൽ, ഈ ഡയറക്ഷനിലേക്ക് പോയാൽ പത്മോസ്. ഈ നിൽക്കുന്ന സ്ഥലം 100 കിലോമീറ്റർ ഉള്ളൂ. കടലിന് അറിയാമല്ലോ, ഒരു ദ്വീപാണ്. അവിടെയാണ് പത്മോസ്. അവിടെ വെച്ചാണ് യോഹന്നാന് വെളിപ്പാടുണ്ടാകുന്നത്, എഴുതാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ദൂതന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാസ്റ്റർക്ക്, എഫേസോസിലെ അന്നത്തെ പാസ്റ്റർക്കാണ് ഈ ലെറ്റർ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പുറകിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ന് പറഞ്ഞല്ലോ ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. റെപ്രസെൻറ്റേഷൻ കൂടുതൽ ഇവിടെ നിന്നായിരുന്നു. അങ്ങനെ പക്ഷേ ഇവിടെ സഭ സ്ഥാപിക്കപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ നമ്മൾ അറിയണം. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം, പൗലോസ് ഇങ്ങനെ 2-ാം മിഷണറി യാത്രയിൽ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഒരു കപ്പിളിനെ കണ്ടുമുട്ടി. ഭർത്താവിൻ്റെ പേര് അഖിലാസ്, ഭാര്യയുടെ പേര് പ്രിസില്ല. ഈ ദമ്പതികളെ കണ്ടുമുട്ടി. അവർ ഇവിടെ വെച്ച് കുറച്ച് ഇവിടെ സിനഗോഗുകളിലൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു പോകരുത്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയേ പറ്റൂ, എനിക്ക് പല അപ്പോയിൻമെൻറ്റ്സും ഉണ്ട്, എനിക്ക് പോയേ പറ്റൂ. പക്ഷേ ദൈവം അനുവദിച്ചാൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. എങ്ങോട്ട്? ഈ എഫേസോസിലോട്ട്. അങ്ങനെ പൗലോസ് ഇവിടുന്ന് യാത്രയായെങ്കിലും ഇതിൻ്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ ഒരു കപ്പിളിനെ കിട്ടി. ആരൊക്കെയാണ്? പ്രിസ്കില്ലയും. അവർക്ക് ഒരു കൂട്ടുകാരനെ കൂടി കിട്ടി. അതിൻ്റെ പേരാണ് അപ്പൊല്ലോസ്. അദ്ദേഹം സിനഗോഗുകളിൽ ഭയങ്കര ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ അദ്ദേഹത്തെ അറിവുള്ളെങ്കിലും ഈ അക്കിലാസും പ്രിസ്കിലയും ഒരുപക്ഷെ തങ്ങളുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ആ ചെറുപ്പക്കാരനെ. അതായത് അദ്ദേഹത്തിന് ഡോക്ടറിൻസ് ഒന്നും ഒത്തിരി അറിയില്ല, പക്ഷേ യേശു എന്ന് പറഞ്ഞാൽ ചോര തിളയ്ക്കും. അങ്ങനത്തെ ഒരു യുവാവായിരുന്നു ഈ അപ്പൊല്ലോസ്. അപ്പോൾ 3 പേരായില്ലേ? ഈ 3 പേരോട് ഇങ്ങനെ ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് പൗലോസ് ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്നു. 19-ാം അധ്യായം ഇവിടെ വന്നപ്പോൾ കാണുന്നത്, 3-ാം മിഷണറി യാത്രയിൽ ഇവിടെ വന്നപ്പോൾ കാണുന്ന കാഴ്ച, കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്, പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. 12 പേരുണ്ട്. ഉടൻ തന്നെ കിട്ടിയ അവസരം മുതലാക്കി പൗലോസ് പറഞ്ഞു, പിന്നെ എന്ത് സ്നാനമോ നിങ്ങളെടുത്തേ? പറഞ്ഞു, അത് ഞങ്ങൾ അന്നത്തെ സ്നാനം, മറ്റേ JTB ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ സ്നാനമാണ് ഞങ്ങളെടുത്തതെന്ന് പറഞ്ഞു. ഓക്കെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയല്ല, അവർ കൈവച്ചു. ഉടൻ തന്നെ ഷാന്താല റഖഷബാല, അവർ ഭയങ്കരമായിട്ട് അന്യഭാഷ പറയാം. അങ്ങനെ 12 പേരായി. അപ്പോൾ ഒരു 3 പേരൂടെ ഉണ്ട്, 12 പേരായി, 15 പേരായില്ലേ? പിന്നീട് നടന്നത് ഒരു ഉണർവാണ്. ഒരു പക്ഷേ പെന്തക്കോസ്ത് കഴിഞ്ഞാൽ നടന്ന ഏറ്റവും വലിയ ആത്മീയ വിപ്ലവം നടന്നത് ഇവിടെയാണ്. ഞങ്ങൾ ഈ കാലയവിട്ടി നിൽക്കുന്ന ഇവിടെയാണ് നടന്നത്. ചെയ്ത പരിപാടി കേൾക്കണം. 3 മാസം ഇവിടെ അടുത്തുള്ളൊരു സിനഗോഗിൽ എല്ലാ ദിവസവും പോയി ഡിബേറ്റും ടീച്ചിങ്ങും. 3 മാസം കഴിഞ്ഞപ്പോൾ അവരൊന്ന് പുറത്ത് പോകാൻ വിളിച്ചു. അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല, പുറത്തേക്ക് ആടി. അതിനുശേഷം ഇവിടെ അടുത്ത് തുറന്നോസിൻ്റെ പാഠശാല എന്ന് പറയുന്ന ദ ഹോൾ ഓഫ് ടൈറാനസ്, അവിടെ 2 വർഷം പൗലോസ് ഇവിടെ ദൈവരാജ്യം സംബന്ധിച്ച് സുവിശേഷം പറഞ്ഞു വചനം പ്രസംഗിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ ഏഷ്യയിലുള്ള എല്ലാവരും വചനം കേട്ടു. ക്യാൻ യു ഇമാജിൻ? ഒരു മനുഷ്യൻ നിമിത്തം എല്ലാ ദിവസവും ക്ലാസ് എടുത്തിട്ട് സകല മനുഷ്യർ, ഇവിടെയുള്ള അന്ന് ജീവിച്ചിരുന്ന എല്ലാവരും സുവിശേഷം കേട്ടു. ഇവിടേക്ക് ഒരു പ്രശ്നമുണ്ടായി, എല്ലാവരും വിശ്വസിച്ച് കാണില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം പൗലോസ് ഇവിടെ നിന്ന് ലീവ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പൗലോസ് ഒരു സ്ഥലത്ത് താമസിച്ചത് എഫേസോസിലാണ് 3 വർഷത്തോളം. ഇവിടെ സംഭവിച്ചത്
ഈ കാലയളവിനുള്ളിൽ ഇവിടെ ഒരു മെഗാ ചർച്ച് ഉണ്ടായി. ഏറ്റവും കുറഞ്ഞത് 25,000 പേര് ഇവിടെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു. അതും സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ. ഭയങ്കരം. അതിവിടെ നടന്നുകൂടി ഒരു വേറൊരു സംഭവം ഉണ്ടായി. സംഭവം ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ ഒരു പേട്രൺ ഇവിടുത്തെ ഒരു പേട്രൺ ഗോഡസ് എന്ന് പറയുന്നത് ആർട്ടമിസാണ്. ഒരു സങ്കല്പമുണ്ട്. ആകാശത്ത് നിന്ന് എനിക്ക് ഒരു പാറക്കഷ്ണം പോലെ ഒരു പക്ഷേ ഒരു ഉൽക്കയുടെ ഒരു മീറ്റിയോറിൻ്റെ ഒരു പീസ് എന്തോ താഴേക്ക് വീണു. അവർ നോക്കിയപ്പോൾ അതിനൊരു പ്രത്യേക സ്ത്രീരൂപം മാത്രമല്ല, അവർ നോക്കിയപ്പോൾ സങ്കല്പിച്ച് നോക്കിയപ്പോൾ മെനി ബ്രസ്റ്റഡ് ഒരു ഫീമെയിൽ ബോഡി പോലെ അവർക്ക് തോന്നുന്നു. അതിനെ അവരാക്കിയത് ഒരു ദേവതയാക്കി മാറ്റി, അർത്തമിസ് ദേവി. അങ്ങനെ ഇവിടെ വരുന്ന തീർത്ഥാടകരെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് പേര് ഒത്തിരി സ്ഥലത്ത് നിന്ന് ഇവിടെ വരും. അതിനിടയ്ക്ക് ഈ അർത്തമിസ് ദേവിയുടെ ടെമ്പിൾ ഒരു കാലത്ത് ഏൻഷ്യൻറ്റ് വണ്ടേഴ്സിൽ 7 വണ്ടേഴ്സിൽ ഒന്നായിരുന്നു. പുരാതന മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. കാരണം 127 കോളംസാണ്. 127 കോളംസും ഏതാണ്ട് 18 മീറ്ററോളം ഹൈറ്റുമുള്ള ഭയങ്കരമായ ഒരു ടെമ്പിളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ആ പരിസരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ്, ആ ഭാഗത്താണ് ടെമ്പിൾ ഉള്ളത്. ഇത് എഫെസസ് നഗരത്തിന്റെ ഒരു നഗര വീതിയാണ്. ഈ കാണുന്ന അവിടെ കാണുന്നത് വലിയൊരു വീതിയാണ്. താഴേക്ക് ഇറങ്ങി കടകളും സമുച്ചയങ്ങളും അന്നത്തെ കാലത്ത് ഈ ഭാഗത്ത് അവിടെ ഒരു തിയേറ്ററുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു തിയേറ്ററുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. ഈ ഒരൊറ്റ മനുഷ്യൻ്റെ സുവിശേഷത്തിനെക്കുറിച്ചുള്ള ആവേശനിമിത്തം ഇവിടെയുള്ള സകലരും സുവിശേഷം കേട്ടതോടുകൂടെ ഈ സിറ്റിയുടെ ഇക്കോണമി മാറിപ്പോയി. എന്ന് വെച്ചാൽ ഈ അർത്തമിസ് ദേവിയുടെ വിഗ്രഹങ്ങൾ, ഐഡൽ സ്റ്റാച്യൂസ് ഉണ്ടാക്കി വിൽക്കുന്ന വെള്ളിപ്പണിക്കാർ, സിൽവർ സ്മിത്സ് ഒത്തിരി ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ഉപജീവനം. അതിൻ്റെ ഒരു നേതാവായിരുന്നു ഡെമട്രിയോസ്. ഈ ഡെമട്രിയോസ് അവരെല്ലാവരെയും വിളിച്ചുകൂട്ടി അവർ ഒരു ഭയങ്കര ലഹള ഉണ്ടാക്കി. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആ ഭാഗത്ത് നിന്ന് സംസാരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടായ ഉണർവെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇനി ഒരു തലമുറ അങ്ങ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ഇത്രയും ശക്തമായ രീതിയിൽ ഫൗണ്ടേഷനിട്ട് ഉണർവുണ്ടായ ഈ സ്ഥലത്ത് അവർ അടുത്ത തലമുറയിലും അവരുടെ പാഷനൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, നിൻ്റെ ഫസ്റ്റ് ലവ് പോയി. വളരെ വലിയ സഭയാണ് എഫെസോസ്. വലിയ സഭ, മെഗാ ചർച്ച. കാരണം സത്യം പറഞ്ഞാൽ ബൈബിളിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ആ സഭയുടെ ബിഷപ്പായിട്ട് നമ്മൾ ഇപ്പോൾ പ്രിസ്കില്ല, അക്വിലാവ്, അപ്പല്ലോസ് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം യോഹന്നാൻ അപ്പസ്തോലൻ തന്നെ, തിമോത്തിയോസ് വന്നു. അതിനുശേഷം തിമോത്തിയോസ് വരുന്നു. അപ്പം തിമോത്തിയോസ് ഇവിടെ പാസ്റ്റർ ആയിരിക്കുമ്പോഴാണ് 1 തിമോത്തിയോസ് 2 തിമോത്തിയോസ് എഴുതുന്നത്. അതെ. അപ്പം അത്രയും എന്താ പറയുക, ബൈബിൾ ചരിത്രത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള നായകന്മാർ എന്ന് പറയുന്ന ആളുകൾ ശുശ്രൂഷിച്ച, അതായത് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടാൻ വേണ്ടി പൗലോസ് ഇവിടെ വന്നു 2ാം മിഷണറി യാത്രയിൽ. ആ സമയത്ത് ദമ്പതികളുടെ പേര് ഒന്നുകൂടി പറഞ്ഞ പ്രിസ്കില്ല, അക്വില, പിന്നെ അപ്പല്ലോസ്, പിന്നെ 12 പേര്. അതുകൂടാതെ ആ ലഹളം നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒത്തിരി പേരുടെ പേരുകൾ ബൈബിളിലെ സ്വൽപ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അങ്ങനെ ആരംഭിച്ച ആ സഭ ഒരു തലമുറ കഴിഞ്ഞ്, അതായത് 60s അതാണ് സംഭവിക്കുന്നത്. ഈ 50s 60s അത് സംഭവിച്ചിട്ടുള്ളത്. 90s എത്തിയപ്പോൾ എന്ന് വെച്ചാൽ യോഹന്നാന് പ്രായമായ സമയത്ത് എത്തിയപ്പോഴേക്കും ആദ്യ സ്നേഹം പോയി. യോഹന്നാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭയാണ്. ആ സഭയെക്കുറിച്ചാണ് യേശു കർത്താവ് കൊടുക്കുന്ന വെളിപ്പാട്. ഇവിടെ ഞങ്ങൾ ഈ കാല് ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ ഇവിടെ യോഹന്നാൻ ശുശ്രൂഷിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത്, ഇതിൻ്റെ അപ്പുറത്ത് കടലാണ്, കടലിൻ്റെ അവിടെ ഒരു 100 കിലോമീറ്റർ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത്. അവിടെ വെച്ചാണ് വെളിപ്പാടുണ്ടാകുന്നത്. എഫെസോസിലെ ഈ സഭയ്ക്കാണ് ആദ്യം. കാരണം ഇവിടെയാണ് ഏറ്റവും അടുത്തത്. അപ്പോൾ ഒരാൾ ലെറ്ററുമായിട്ട് വന്നാൽ 7 കത്തുമായിട്ടല്ലേ വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സർക്കിൾ എടുത്താൽ എഫെസോസ്, സ്മിർന, പെർഗമോസ് തുടങ്ങി ഒറ്റ റൗണ്ട് അടിച്ചാൽ തിരിച്ചിവിടെ തന്നെ വരും. അത് നോക്കിയാൽ അറിയാം, ആ സർക്കിളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദൂത് വരുന്നത് ഇവിടെയാണ്. അതിനെക്കുറിച്ച് ഒത്തിരി സംസാരിക്കുന്നില്ല, കാരണം നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ച സമയത്ത് അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകളൊന്നും നോക്കാം, വെളിപ്പാട് പുസ്തകത്തിൻ്റെ വീഡിയോ നോക്കാം. സോ ഇവിടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിൻ്റെ നിലവിളക്ക് നിൻ്റെ നിലയിൽ നിന്ന് നീക്കി കളയാതിരിക്കാൻ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ
ചർച്ചുമില്ല, ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം ആ നിലവിളക്ക് നീങ്ങി. നമുക്കൊരു വാണിംഗ് അല്ലേ ഇത്? പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് അതിൽ എന്താണ് എടുത്തു അവിടെ പറയാനുള്ളത്? പറയുന്നത് നീ എന്തിൽ വീണിരിക്കുന്നു, ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യ സ്നേഹം വിട്ടുപോയതുകൊണ്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാം. അപ്പോൾ അത് കൂടാതെ നിക്കോലാവരുടെ നിക്കോലാവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. യെസ്. പിന്നെ പറയുന്നത് നിങ്ങൾക്ക് ഈ കിട്ടുന്ന നന്മകളെക്കുറിച്ച് പറയുന്നതിൽ അല്ലെങ്കിൽ പ്രോമിസസ് ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞ് ഇവിടെ ഈ കാലത്തൊക്കെ ഇവിടെ ഒരു പ്രത്യേക കോർട്ടിൻ്റെ അവിടെ ഒരു പ്രത്യേക വൃക്ഷമൊക്കെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഈ അർത്തമിസ് ദേവി, മെനി ബ്രസ്റ്റഡ് ഗോഡസ്, ഷി വാസ് എ സിംബൽ ഓഫ് ലൈഫ് ആൻഡ് ഫെർട്ടിലിറ്റി. ലൈഫ് അവിടെ ഒരു വൃക്ഷം, ജീവവൃക്ഷം ഉണ്ടായിരുന്നു. ജീവവൃക്ഷം എന്ന് അറിയപ്പെടുന്നൊരു വൃക്ഷം ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. എല്ലാവരും പോയി അതിൽ തൊടും. എന്തിനാണെന്നറിയോ? കുട്ടികളില്ലാത്തവർ. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് പറയുന്നത്, ഞാൻ തരാം ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ ഞാൻ തരാം എന്ന് പറയുന്നത്. ഈ എഫെസോസ് എന്ന് പറയുമ്പോഴേ എന്റെ മനസ്സിലോട്ട് വരുന്ന ഒരു ഭയങ്കര ഉണർവിന്റെ കേന്ദ്രമായിട്ടാണ്. നമ്മൾ ഈ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ പൈശാചിക ശക്തികൾ എന്താ പറയാ വിട്ടുപോകുന്നത്, ചിലരൊക്കെ മന്ത്രവാദം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് പുറത്തു വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആദ്യമായിട്ട് നടക്കുന്ന പോലെയൊക്കെ പലർക്കുന്നത്. ഇത് കൃത്യമായിട്ട് ബൈബിളിൽ എഫെസോസ് എന്ന് പറയുന്നല്ലേ പട്ടണത്തിൽ ഇവിടെ നടന്നെന്ന് പറയാൻ കാരണം ഇവിടെ മന്ത്രവാദ പുസ്തകങ്ങളായിരുന്നു. ഇതിന്റെ നേരെ ആ കാണുന്ന സ്ഥലത്ത് ഒരു വലിയ ലൈബ്രറി ഉണ്ട്. ഭയങ്കരമാണ് അന്നത്തെ കാലത്തെ ലൈബ്രറി. ചിലർ പറയുന്നത് 25,000 ബുക്സ് അവിടെ ഉണ്ട്. ചിലർ പറയുന്നത് 200,000 ബുക്സ് ഉണ്ടായിരുന്നു പറയുന്നത്. കാരണം ഇവര് ഭയങ്കരമായിട്ട് വായിക്കുകയും വളരെ എഡ്യൂക്കേറ്റഡും ജ്ഞാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ സംഭവിച്ചതെന്തെന്ന് ചോദിച്ചാൽ, പൗലോസ് ശക്തമായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂതങ്ങൾ അലറി വിളിക്കുകയും മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ടിട്ട് അവരെല്ലാം കൂടെ അവരുടെ കിതാബ് എല്ലാം അവിടെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്തിട്ട് കത്തിച്ചു. അവിടെ പറയുന്നത് 20,000 വെള്ളിക്കാശ് നിന്നാണ് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുക. ഞാൻ കൂട്ടി നോക്കി, 48 കോടി രൂപയുടെ, ഇന്ത്യൻ റുപ്പിയുടെ ഇന്നത്തെ, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, 48 കോടി രൂപയുടെ ബുക്സാണ് ഇവിടെ പരസ്യമായിട്ട് കത്തിക്കുന്നത്. ഇതുപോലെ ചില സമയത്ത് ഈ ബോങ്കിയുടെ ക്രൂസൈഡ് ഒക്കെ ആഫ്രിക്കയിൽ നടക്കുന്ന സമയത്ത് അവിടെ ആദ്യകാലങ്ങളിൽ ബോങ്കിയുടെ ക്രൂസൈഡിൽ ഒരു സ്ഥലത്ത് ഒരു വലിയ ഡ്രം പോലുള്ളൊരു ഇതിൽ തീ ഇങ്ങനെ കത്തിച്ചോട്ട് ഇട്ടേക്കും. അപ്പോൾ അന്ന് മന്ത്രവാദികൾക്ക് അവരുടെ ഈ ചരട്, ഏലസുകൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അവർക്ക് ഇട്ടുകൊണ്ടിരിക്കും. മന്ത്രവാദത്തിന്റെ ഉള്ളിലൂടെ പോയിട്ടുള്ള ആളുകൾക്ക് പൗലോസ് ഇവിടെ ശുശ്രൂഷിക്കുമ്പോഴാണ് പൗലോസിന്റെ മേൽ നിന്ന് കർച്ചീഫ് എടുത്തിട്ട് രോഗികളുടെ മേൽ ഇട്ടാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നത് പൗലോസിന്റെ കയ്യാൽ അസാധാരണമായ അത്ഭുതങ്ങൾ നടന്നു. ഞാൻ വിശ്വസിക്കുന്നു ആ സ്പിരിച്വൽ ഫൗണ്ടൈൻസ് ഇവിടെ ഉണ്ട്, ഈ ആത്മീയ അന്തരീക്ഷത്തിൽ ഉണ്ടെന്ന് ഞാനൊക്കെ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ. കാരണം ഈ കർത്താവ് എന്ന് ഈ ഫൂളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഈ എഫെസോസിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പൗലോസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെങ്കിലും ഇവിടെ ആ മനുഷ്യൻ ശുശ്രൂഷിച്ചപ്പോൾ ഭയങ്കരമായ, അതുകൊണ്ട് ഇത് കാണുന്നവരോട് ഞാൻ പറയാം, അതിന്റെ ഒരു ഇമ്പാർട്ടേഷൻ നമ്മുടെ മേൽ വരട്ടെ, ഇത് കേൾക്കുന്നവരുടെ മേൽ വരട്ടെ. നിങ്ങളുടെ ടവലിന്റെ മേൽ നിങ്ങളുടെ മേലുള്ള അനോയിന്റിങ്ങിനെ റിലീസ് ചെയ്ത് അതിന്റെ ത്രെഡ്സിലൂടെ രോഗികൾക്ക് സൗഖ്യമാകാൻ കഴിയും. അതോടൊപ്പം തന്നെ മന്ത്രവാദം, ദുർമന്ത്രവാദം, അതുപോലെ പൈശാചിക ശക്തികൾ അത് വിട്ടുപോകുന്ന വലിയൊരു അധികാരത്തിന്റെ ശുശ്രൂഷ. എനിക്ക് അതിശയം എന്ന് പറയുന്നത് ഇതിന്റെ ഈ പാമ്പുകൾ, തേളുകൾ, ശത്രുവിന്റെ സകലബലം, ഈ പറഞ്ഞ മന്ത്രവാദത്തിന്റെ സാധനങ്ങളുടെ മേലെ അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അയ്യോ അവിടെ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടാവും, അയ്യോ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെ എന്തെങ്കിലും മന്ത്രം ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്പം അടുത്ത വീട്ടുകാരൻ എനിക്കിതിനെ മന്ത്രം, ഇങ്ങനെ പേടിച്ചാണ് വിശ്വാസികൾ ജീവിക്കുന്നത്. അപ്പം ഏത് ദൈവത്തിനും ശക്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കർത്താവ് പറയുന്നത് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത് 1 യോഹന്നാൻ 4:4 നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അന്ന് അവിടെ ഈ സ്കേവയുടെ
പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. 7 പുത്രന്മാർ. അവര് ഇല്ലാത്ത അധികാരം വെച്ചിട്ട് അവര് യേശുവിന്റെ നാമത്തിൽ യേശു അതെ ചെയ്യാൻ വേണ്ടി നിന്നു. പക്ഷെ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരുടെ കൂടെയാണ് ദൈവം ഉള്ളത്? അധികാരം, പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിന്റെ ശുശ്രൂഷ ആരുടെ കൂടെയാണ് ഉള്ളത് എന്ന് എഫെസോസിൽ വെച്ച് പരിശുദ്ധാത്മാവ് തെളിയിച്ചു. എനിക്ക് ഇത് അതുകൊണ്ടാണ് ഉണർവിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് ദൈവം ആരുടെ കൂടെ, അല്ലെങ്കിൽ ദൈവം എവിടെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഉണർവിന്റെ കാലഘട്ടം. അല്ലെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ക്ഷമ സിസ്റ്റർ പറഞ്ഞല്ലോ ഈ പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഒരു ദിവസം ഒരു വലിയൊരു ദൈവാസം പറഞ്ഞ് ഞാൻ കേട്ടാണ്, യേശുവിന്റെ നാമത്തിന് ശക്തിയില്ല. ആളൊക്കെ കൂടി എല്ലാം മുട്ടും മടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് യേശുവിന്റെ നാമം ചുമ്മാ ആരെങ്കിലും പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും യേശു 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 എന്ന് പറഞ്ഞ് ഇവിടെ കൽപ്പം നടക്കും. ഇല്ല, അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ എംപവേർഡായിട്ട് ആ നാമം ഉപയോഗിക്കുമ്പോൾ മാത്രമേ എഫക്റ്റ് ഉള്ളൂ. അതല്ലേ ഈ സ്കേവയുടെ കാര്യത്തിൽ തെളിയിച്ചത്. അല്ലാതെ യേശുവിനെ ചുമ്മാ യേശു എന്ന് പറഞ്ഞ് ഒത്തിരി പേർക്ക് പേരുണ്ടായിരുന്നു. ഇന്നുമില്ല ജീസസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒത്തിരി പേർക്ക് പേരുണ്ട്. അതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ആ നാമം ഉപയോഗിക്കുമ്പോൾ മാത്രമേ പൈശാചിക ശക്തികൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. അത് മാത്രമല്ല, ഈ എഫെസോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ യോഹന്നാന്റെ ഒരു വീടുണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അയ്യോ, അത് പറയാൻ വിട്ടുപോയി. വളരെ പ്രധാനപ്പെട്ട യോഹന്നാൻ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാന്റെ ഒരു വർഷം ഏറ്റവും അവസാനം അദ്ദേഹം പാസ്റ്ററായിട്ട് ബിഷപ്പായിട്ട് ഇരുന്ന എല്ലാവരും പറയും ഇവിടെയായിരുന്നു. ഇവിടെ വെച്ചാണല്ലോ അറസ്റ്റ് ചെയ്ത് പോയത്. ആ വരുന്നൊരു രംഗമുണ്ട്. എഫെസോസിലേക്ക് യോഹന്നാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആരാണെന്ന് പറയാമോ? യേശുവിന്റെ അമ്മ മറിയം. കാരണം ക്രൂശിൽ വെച്ച് ഏൽപ്പിച്ചതാണ്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് മറിയം മരിച്ച സ്ഥലം ഇവിടെ എഫെസോസിലാണ്. അതിനെ കോമമറേറ്റ് ചെയ്യുന്ന ഒരു ചർച്ച് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എഫെസോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ല. അത് യേശുവിന്റെ അമ്മ, യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരിൽ, അതായത് ഹൃദയത്തോട് ചേർന്ന് നടന്ന ക്രൂശിൽ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള യോഹന്നാൻ മികച്ച അപ്പസ്തോലന്മാരിൽ ഒന്നാമൻ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അതുപോലെ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള പൗലോസ്, അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായിരിക്കുന്ന നിജപുത്രനായിരിക്കുന്ന തിമത്തിയോസ്, അദ്ദേഹത്തിലൂടെ വളർത്തപ്പെട്ടിട്ടുള്ള അനേക ശക്തരായ സുവിശേഷത്തിന്റെ പോരാളികൾ ഒക്കെയുള്ളൊരു സ്ഥലമായിരുന്നു. അതോടൊപ്പം തന്നെ പാസ്റ്റർ, എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ 19-ാം അധ്യായം, അപ്പസ്തോല പ്രവൃത്തി 19-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഈ 3ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ. ഇവിടെ അടുത്തൊരു സ്ഥലമാണ്, എക്സാക്ട്ലി ഇവിടെ വെച്ചല്ല ആ മീറ്റിംഗ് നടക്കുന്നത്. ഈ അടുത്തൊരു സ്ഥലത്തേക്ക് ഈ എഫെസോസിലുള്ള എല്ലാ പാസ്റ്റേഴ്സിനെയും വിളിപ്പിച്ചു. എൽഡേഴ്സ് എന്നാണല്ലോ അന്ന് പറയുന്നത്, മൂപ്പന്മാർ. ഇവരെല്ലാം കൂടി വിളിച്ചിട്ട് അവസാനം അവരവിടെ കപ്പൽ കയറുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, കാരണം ഇനി ഈ ചർച്ച് ഫാദറിന് അല്ലെങ്കിൽ ചർച്ച് പ്ലാന്ററിന്, ഈ ഒരു അപ്പസ്തോലനെ ഞങ്ങൾക്കിനി എഫെസോസിൽ കിട്ടില്ല എന്നവർക്ക് മനസ്സിലായി. കാരണം ഈ പോകുന്ന ജെറുസലേമിലേക്കാണ്. അതിനകത്ത് കുറച്ച് പ്രൊഫറ്റിക് ആയിട്ട് പൗലോസ് അപ്പസ്തോലൻ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 19-ാം അധ്യായം പിന്നെ 20-ാം അധ്യായത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്ന ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് നമ്മളങ്ങ് വികാരാധീനനായി പോകുന്നു. കാരണം ഇതുവരെ നമ്മൾ ബൈബിളിൽ വായിച്ച കാര്യങ്ങളൊക്കെ നടന്ന ആ മണ്ണിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ഇതിനകത്ത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാനുള്ളത്, ആ ഒരു 3 വർഷക്കാലം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വന്നപ്പോഴേ നമ്മളൊക്കെ ഈ പാസ്റ്റൽ മിനിസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. ജനങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവർ, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോകുന്നവർ, അവരുടെ സംശയം തീർക്കുന്നവർ, അവരെ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ, അതിനുവേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങുന്നവർ ഒക്കെയാണ്. അപ്പോൾ ആ ജനങ്ങൾ ആ അപ്പസ്തോലനെ ഒടുവിൽ സ്നേഹിച്ചതും കരഞ്ഞതും ഒക്കെ ചുംബിച്ചു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ട്രാൻസ്ഫർ ആയിട്ട് പോവാണ്. പക്ഷേ ആ പൗലോസിന് എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് ആ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് കൊടുക്കാൻ സാധിച്ചതെന്ന് പറയുന്നത് എനിക്കതൊരു ഭയങ്കര വലിയ പാഠമാണ്. ഇങ്ങനൊരു ശുശ്രൂഷയിലൊക്കെ ഞങ്ങളെപ്പോലുള്ള അനേക ദൈവദാസന്മാർ ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടായിരിക്കും, ദൈവ ശുശ്രൂഷയിലായിരിക്കുന്നവർ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെയൊക്കെ സ്ഥാനം വെറും ഒരു ചർച്ചിനകത്താണോ അതോ ചർച്ചിലെ വിശ്വാസികളുടെ ഹൃദയത്തിനകത്താണോ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയങ്ങളിലേക്ക് സുവിശേഷമാണ് പറഞ്ഞതെങ്കിൽ പോലും അത്
ഹൃദയങ്ങൾക്കകത്തേക്ക് കയറാൻ പൗലോസിന് സാധിച്ചു, സഭകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സെന്റ് ഓഫ് 20-ാം അധ്യായത്തിലാണല്ലോ സെന്റ് ഓഫ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ ചങ്കി കൊള്ളുന്ന കുറേ കാര്യങ്ങൾ പൗലോസ് പറഞ്ഞു ആരുടെയും പൊന്നോ വെള്ളിയോ ഞാൻ മോഹിച്ചിട്ടില്ല. വീടാന്തരം കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആലോചന പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ 3 വർഷത്തെ ശുശ്രൂഷയിൽ ഈ ഏഷ്യ മൈനർ മൊത്തം ഇമ്പാക്റ്റഡ്. ഒറ്റ മനുഷ്യൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചങ്കിലടിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ 21-ാം നൂറ്റാണ്ടിൽ എഫേസോസിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഇതുപോലെ അപ്പസ്തോല പ്രവൃത്തികൾ ആവർത്തിക്കട്ടെ. അപ്പസ്തോല പ്രവൃത്തികൾ ആവർത്തിക്കട്ടെ. അപ്പസ്തോല പ്രവൃത്തികൾ ആവർത്തിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടന്നത് അന്ത്യകാലത്ത് ഇതിനേക്കാൾ ഭയങ്കരമായി കർത്താവെ ഞങ്ങളുടെ സഭകളിൽ നടക്കട്ടെ, എല്ലാ ഡിനോമിനേഷനുകളിലും നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കാണുന്ന, ഇത് വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഡ്രസ്സിൽ പോലും അഭിഷേകം ഉണ്ടാകട്ടെ. മന്ത്രവാദത്തിന്റെ ശക്തികൾ തകരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ചർച്ച് പ്ലാന്റേഴ്സ് എഴുന്നേൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പക്ഷെ നമുക്ക് ഇനി തിയേറ്ററിലേക്ക് പോകണം. പൗലോസ് ഒരു വിപ്ലവം ഉണ്ടായി, ഒരു റൈറ്റ് ഉണ്ടായ ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. പുറകിൽ കാണുന്നത് എഫേസോസിലെ ഗ്രേറ്റ് തിയേറ്റർ എന്നറിയപ്പെടുന്ന ഒരു നാച്ചുറൽ ഹിൽ സൈഡിൽ വെട്ടിയെടുത്ത ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഗാലറിയാണ്. 25,000 പേർക്ക് ഇരിക്കാം. ഇവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് ഇവിടെ വന്നു. കൂടെ ഗായോസ്, അരിസ്റ്റാർക്കസ് 2 പേര് സഹശുശ്രൂഷകരായിട്ടുണ്ട്. അവിടെ വെച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ മുഴുവൻ സുവിശേഷം കേട്ട് ഒത്തിരി പേര് ഇവിടുത്തെ അർത്തമിസ് ദേവിയുടെ വിഗ്രഹം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് വന്നു. സഭ ഭയങ്കരമായി വളർന്നുകൊണ്ടിരിക്കുക, പട്ടണം ഇളകിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു മനുഷ്യൻ ഡെമട്രിയോസ്, ഈ പുള്ളിക്കാരൻ ഒരു തരത്തിൽ പറഞ്ഞ ഇവിടുത്തെ സിൽവർ സ്മിത്സ്, വെള്ളിപ്പണിക്കാര്, അവരുടെയൊക്കെ ഒരു അസോസിയേഷന്റെ ഒരു ഹെഡ് പോലെയാണ്. ഇയാളാണ് ഇവിടുത്തെ എല്ലാത്തിനും അതിന്റെ കച്ചവടം നടത്തുന്ന വലിയ ബിസിനസ്സുകാരനാണ്. സംഭവിച്ചത് കാരണം അർത്തമിസ് ദേവിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വലിയ ബിസിനസ് ആയിരുന്നു. ഹ്യൂജ് ഇൻകം അതിലൂടെ വന്നോണ്ടിരുന്നത്, ടൂറിസം പോലെ. അത് ഡിമ്മായതോടുകൂടി ഇവരിളകി. ഇയാള് എല്ലാ വെള്ളിപ്പണിക്കാരെയും കൂടി വിളിച്ചു കൂട്ടി ഇവിടെ ഒരു വലിയ ലഹളയുണ്ടായി. ഇവിടെ ഒരു ലഹളയുണ്ടായി. സംഭവിച്ചത് കൂടെയുള്ള 2 ശുശ്രൂഷകരെ പിടിച്ചുകൊണ്ടുപോയി. ആരൊക്കെയാണ്? ഗായോസും അരിസ്റ്റാർക്കസ്. ജനം മുഴുവനും ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഈ തിയേറ്ററിലേക്ക് തള്ളിക്കയറി. ഈ തിയേറ്ററിലേക്ക് തള്ളിക്കയറിയിട്ട് ഭയങ്കര ബഹളം അവിടെ നടന്നിട്ട് ഏകദേശം 2 മണിക്കൂറോളം ഗ്രേറ്റീസ് ആർട്ടമീസ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ മലയാളം മഹതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ 2 മണിക്കൂർ അവരിങ്ങനെ ജയ് വിളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പൗലോസിന് തിയേറ്ററിൽ കയറി പ്രസംഗിക്കണം. ആ സമയത്ത് പൗലോസിനെ അങ്ങോട്ട് കയറ്റി വിട്ടാൽ പൊടി പോലും കിട്ടില്ല എന്നുള്ളത് കൂടെയുള്ള മറ്റ് ശിഷ്യന്മാർക്ക് മനസ്സിലായി. പൗലോസിനെ തടുത്തു വെച്ചേക്കാം, പോരുത്. കൂടാതെ വേറെ ചില ഒഫീഷ്യൽസ് കൂടി വന്നു, ഈ സമയത്ത് പോകരുത്, പ്രശ്നം വഷളാകും, പൗലോസിനെ ഇവരോട് പ്രസംഗിക്കണം. കയറ്റിവിട്ടില്ല. ആ സമയത്ത് അലക്സാണ്ടർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മെയിൻ ഒരാള് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എല്ലാവരും ചുപ്രഹോ എന്ന് പറയുന്ന എല്ലാവരും അടക്കിയിട്ട് പറഞ്ഞു, ഡെമട്രിയോസ് എന്ന് പറയുന്നത് അതൊക്കെ ശരിയാണ്, പക്ഷേ ഈ ഡെമട്രിയോസ് പറഞ്ഞതെന്തെന്ന് വെച്ചാൽ മനുഷ്യരുടെ കൈകൊണ്ടുണ്ടാക്കുന്നത് ദൈവമല്ല എന്ന് പറഞ്ഞു എന്ന് ഇയാൾ പഠിപ്പിക്കുന്നു. പൗലോസ് പഠിപ്പിക്കുന്ന നമ്മുടെ കച്ചവടം പോയി, കാശ് പോയി, നമ്മളെങ്ങനെ ജീവിക്കും? അങ്ങനെയാണ് ഇത് മൊത്തം ഇളക്കി വിട്ടത്. അവിടെ ശാന്തത വരുത്തി ആ സ്ഥലത്താണ് ഞങ്ങൾ എപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചർ ഇവിടെ എത്തിയോ എന്ന് പറയുന്നത് പോലെ സുവിശേഷം വിപ്ലവമാണ്. സുവിശേഷം കൊണ്ട് ഭൂകമ്പം ഉണ്ടാവും, സുവിശേഷം കൊണ്ട് വലിയ റെവല്യൂഷൻ ഉണ്ടാകും, വലിയ റിവൈവൽ ഉണ്ടാകും, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ജനതതികളെ ഇളക്കി മറിച്ച ഒന്നാണ് സുവിശേഷം. പൗലോസ് റോമക്കാർക്ക് എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് നാണമൊന്നുമില്ല,
ലജ്ജയില്ല. സുവിശേഷം പറയാൻ പലപ്പോഴും ഏറ്റവും വലിയ തടസ്സം ലൂസിഫർ എന്ന് പറഞ്ഞു, നാണമാണ്, ലജ്ജയില്ല എന്ന് പറഞ്ഞു. സോ ആ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടതുപോലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ് എഫെസസ്. ഏൻഷ്യൻ സിറ്റിയുടെ എക്സ്കവേഷൻസും പഴയ തെരുവുകളും പഴയ സ്റ്റാറ്റ്യൂസും ഒരു വലിയ ലൈബ്രറി നമ്മൾ കണ്ടു. ഇറ്റ് വാസ് ഹ്യൂജ്. തിയേറ്റർ, സ്റ്റേഡിയം, 25,000 പേര് ഇരിക്കുന്ന തിയേറ്റർ. വിശ്വസിക്കാൻ പറ്റില്ല അന്നത്തെ കാലത്തെ. ഇന്ന് 25,000 പേരിരിക്കുന്ന ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് തന്നെ എത്ര ഭയങ്കര കൺസെപ്റ്റ്. ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ നമ്മൾ പോയ സിറ്റീസിലും അല്ലെങ്കിൽ പഴയ ഏൻഷ്യൻ സിറ്റീസിലും ചർച്ചുകളിലെല്ലാം അതിന്റെ കൂട്ടത്തിൽ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. ബട്ട് ദിസ് വാസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദിസ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. സോ നമ്മൾ ചെന്ന ആദ്യത്തെ ചർച്ച് തന്നെ ഒരു വലിയൊരു സിറ്റിയിലാണ്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിറ്റീസിലേക്ക് അപ്പോസ്തലന്മാര് സുവിശേഷമായി പോയി. യെസ്, അവര് ദേ ആർ റെഡി ടു ഗോ ആൻഡ് മീറ്റ് ദ ഹൈയസ്റ്റ് പീപ്പിൾ, ദി മെട്രോപോളിസ് എന്ന് പറയുന്നത് ഇന്നത്തെ മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള. അവിടെയാണെങ്കിലും they were famous. ലൈക്ക് അവിടെയുള്ള എല്ലാവർക്കും ഇവരെ അറിയായിരുന്നു. കാരണം അത്രയും അധികം ഇവര് 2 വർഷം 3 വർഷമൊക്കെ താമസിച്ച് മൊത്തം ജനങ്ങൾക്ക് അവരെ അറിയാവുന്ന തരത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുത്തു. അതായത് ഇന്നിപ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, ഈ നമ്മുടെ കൂടെയുള്ള പാസ്റ്റേഴ്സ് ഒക്കെ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ ആളുകളും അറിയുന്നു എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഇൻഫ്ലുവൻസ് നമ്മുടെ സഭയ്ക്കകത്ത് നമ്മൾ അറിയപ്പെടുന്നുള്ളൂ. അല്ലാതെ ഒരു ഡിസ്ട്രിക്റ്റില് ഒരു ചെറിയൊരു അതിനകത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ആയിരിക്കും ആ ഇൻഫ്ലുവൻസ് ആളുകളുടെ ഇടയിൽ അവര് പറഞ്ഞുണ്ടാക്കുന്നതെങ്കിലും പക്ഷേ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ്. പൗലോസ് അവിടെ ഉള്ള സമയത്ത് ആസിയയിലുള്ള എല്ലാവരും വചനം കേട്ടു എന്നൊരു വചനം ഇതിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊട്ടാരം മുതൽ കൊട്ടാരത്തിലുള്ള എല്ലാവരും ഏറ്റവും താഴേക്കിടയിലുള്ള എന്നൊരു സൊസൈറ്റിയുടെ ഡിഫറെന്റ് സ്റ്റേറ്റിൽ മുഴുവൻ സുവിശേഷിച്ചു. അത്രയ്ക്ക് വലിയ പൗലോസ് എന്ന വ്യക്തിത്വത്തെ മുഴുവൻ ഒരു വലിയ പാത്രത്തിലിട്ട് കാച്ചി കുറുക്കി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വേർഡാണ് പാഷൻ. ബേണിംഗ് ഫോർ ദ ലോർഡ്, ഹി വാസ് എബ്ലൈസ് ഫോർ ജീസസ്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനാണ് ഈ പോകുന്നത്. ഇതിനു മുമ്പ് എത്രത്തോളം ക്രൈസ്തവ സഭയെ നശിപ്പിക്കാൻ വേണ്ടി പാഷനേറ്റ് ആയിട്ട് നിന്നു, അതിന്റെ ഉൾട്ട നേരെ അങ്ങ് തിരിഞ്ഞു ഒരൊറ്റ എൻകൗണ്ടറിൽ. ഇത്രേ ഉള്ളൂ. യേശുവിനെ ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി, തൻ്റെ ആ ബ്രൈറ്റ്നെസ്സോടുകൂടി വന്നതാ നീ പിടിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ദാറ്റ്സ് ഇറ്റ്. ആളങ്ങ് നേരെ തിരിച്ചു. ഇത്രേ ഉള്ളൂ സംഭവം. ക്രിസ്തുവിന് വേണ്ടി ഫേമസ് ആകുന്നതിൽ ഒരു ലജ്ജയും വേണ്ട, അല്ലെങ്കിൽ അതിനകത്ത് ഒരു എന്താ പറയുക ഒരു സ്റ്റെപ്പ് നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ട. നമ്മൾ അങ്ങനെ ഫേമസ് ഒന്നും ആകണ്ടെന്ന് ഒത്തിരി പേര് ചിന്തിക്കുന്നത്. ഫേമസ് ഒക്കെ ആകുന്നത് ശരിയല്ല എന്നാ ചിന്തിക്കുന്നത്. പക്ഷെ ക്രിസ്തുവിന് വേണ്ടി ഫേമസ് ആകണം. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ തല്ലും അടിയും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും. ഒരു ഭാഗത്ത് വലിയ വളർച്ചകളുണ്ടാകും. അത് ഈ തലമുറയിൽ ഭയങ്കരമായിട്ട് ക്രിസ്ത്യൻ ലീഡർഷിപ്പിനകത്ത് ഭയങ്കരമായിട്ട് വേണ്ട ഒരു കാര്യമായിട്ടും ഇനി വരുന്ന ഒരു ജനറേഷനിലുള്ള ആളുകളും ക്രിസ്തുവിന് വേണ്ടി നിങ്ങളായിരിക്കുന്ന ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്റ്റേറ്റ്, നിങ്ങളായിരിക്കുന്ന രാജ്യം അവിടെ ഫേമസ് ആകണം എന്ന് തന്നെ യൗവനക്കാരായിട്ടുള്ള ആളുകളൊക്കെ ചിന്തിക്കണം. എഫെസസിലൂടെ പോയപ്പോൾ ശരിക്കും പൗലോസിനൊരു ഭയങ്കര സല്യൂട്ട് കൊടുത്തുപോയി. നമ്മള് വലിയൊരു ചാലഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ആയുസിലൊക്കെ നമ്മൾ എന്താണ് കർത്താവിന് വേണ്ടി അച്ചീവ് ചെയ്യാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ, എന്ത് ചെയ്തു എന്നോർക്കുമ്പോൾ വി ഹാവ് ഡൺ നത്തിങ്. ഈ പ്രസിദ്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ് അത് തന്നെ എഴുതുന്നുണ്ട്, ക്രിസ്തുവിൽ പ്രസിദ്ധനായ ഇന്നാള് എന്ന് പറയുന്നുണ്ട്. വേറെ ഭാഗത്ത് അദ്ദേഹം എഴുതുന്നത് സൽകീർത്തി ദുഷ്കീർത്തികളും രണ്ടു വശമാണ്. ഫെയിമും ഉണ്ട്, ചില സമയത്ത് നോട്ടറിറ്റി ആയിരിക്കും. വേറൊരു ഭാഗത്ത് മാനാപമാനങ്ങളും മാനമുണ്ട് അപമാനമുണ്ട്, രണ്ടുമുണ്ട്. അപ്പോ നമുക്കെതിരെയൊക്കെ പലരും വിമർശിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കല്ലെറിയോ വേണ്ടാത്ത പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പൗലോസും കൂട്ടരും ആദിമ ക്രൈസ്തവ സഭയിൽ അപ്പോസ്തലന്മാരൊക്കെ പോയത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും സഹിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല, ഫേമസും ആയിട്ടില്ല എന്ന് നമുക്ക് തന്നെ എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന അധികാരികൾ, രാജാക്കന്മാർ, ഇന്നത്തെ കാലത്ത് മന്ത്രിമാർ, ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വങ്ങളായിട്ട് ഇന്നത്തെ ക്രിസ്ത്യൻ ലീഡർഷിപ്പിലുള്ളവർ വളരെ കുറച്ച്. അത് ഏതെങ്കിലും സഭാ തലപ്പത്ത് നിൽക്കുന്ന ആളുകൾ മാത്രമേ ആവുന്നുള്ളൂ, അല്ലാതെ ആകുന്നില്ല. അതിനകത്തേക്ക് നമ്മുടെ സഭ അടുത്തൊരു ജനറേഷനെ കൊണ്ടെത്തിക്കാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം എന്നുള്ളതാണ്
എനിക്ക് എഫെസോസിൽ നിന്നപ്പോൾ എനിക്ക് തോന്നിയത്. ഇതെല്ലാം നടക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്, നമ്മളായിട്ടുണ്ടാക്കുന്നതല്ല. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത് പെന്തക്കോസ്ത് നാളിന് ശേഷം ആദ്യത്തെ 30 വർഷങ്ങൾ കൊണ്ട് 3 മില്യൺ ബിലീവേഴ്സ് ഉണ്ടായി. 30 ലക്ഷം. അത് അന്നത്തെ അവർക്കറിയാവുന്ന ലോകത്തിലെല്ലാം അവർ പോയി. ഇനി നമുക്ക് പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? അടുത്ത ഏതാണ്? ESPTSPL. അപ്പൊ അടുത്ത ES എന്താ? സ്മിർന. ഇനി മലയാളം ബൈബിളിൽ സ്മുർണ എന്ന് എഴുതി. അല്ലേ? ചിലപ്പോൾ അതായിരിക്കും കൂടുതൽ ശരി. ഇംഗ്ലീഷീകരിച്ച് വരുമ്പോഴേക്കും വേറെ ഷേപ്പിലോട്ട് പോകും. എനിവേ, സ്മിർന അതിന്റെ ഇപ്പോൾ അറിയപ്പെടുന്ന എന്താണ്? ഇസ്മിർ എന്നാണ് ഇപ്പോഴത്തെ അതിന്റെ പേര്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് മാപ്പിൽ നോക്കി, പറ്റുവാണെങ്കിൽ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ മേടിക്കുകയോ ചെയ്തിട്ട് ഒന്ന് വരച്ചൊക്കെ, ഞാൻ അങ്ങനെ തുടങ്ങി. മാപ്പിൽ തന്നെയൊക്കെ വരച്ച് ഒക്കെ പഠിക്കാൻ തുടങ്ങി. നമ്മുടെ ഈ 7 സഭകളിലേക്കുള്ള ഈ യാത്രകളിൽ നമ്മൾ പ്രധാനമായിട്ട് താമസിച്ച സ്ഥലം ഇസ്മീർ ആയിരുന്നു. ടർക്കിയിലെ 3ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ഇസ്മിർ. ശരിക്കും ഭയങ്കര മനോഹരമായിട്ടുള്ള, നമുക്ക് തിബരിയാസ് കടലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ടൈബീരിയസില് ഇസ്രായേലിൽ നിൽക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് ശരിക്കും. ഞങ്ങൾ താമസിച്ച ഒരു ബീച്ച് സൈഡിലാണ്. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഏജിയൻ കടലിന്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പുറത്ത് മുഴുവൻ കടലാണ്. അല്ലേ, ഇത് കിടക്കുന്നതിന്റെ ആ ജോഗ്രഫി നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം. ഒരു സ്ഥലത്ത് ഇത്, ഒരു സ്ഥലത്ത് ബ്ലാക്ക് സീ, പിന്നെ അതിനിടയ്ക്ക് ഒരു ചെറിയൊരു സാധനം വരുന്നുണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നൊരു ചെറിയൊരു ഉൾക്കടൽ പോലെയുള്ളൊരു സ്ഥലമുണ്ട്, ഞാൻ ഓർക്കുമ്പോൾ പറയാം. ഇതിലൂടെ എല്ലാമാണ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. മാത്രമല്ല നമ്മൾ സൺസെറ്റും സൺറൈസും ഒക്കെ വളരെ ഇതാണ്. ഇസ്താംബൂളിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോസ്ഫറസ് കടലിടുക്കുണ്ട്. ഇത് വെച്ചൊരു സ്ട്രെയിറ്റ് ആണ്. അത് 1 കിലോമീറ്റർ വീതിയേ ഉള്ളൂ ആകെ, പക്ഷെ 30 കിലോമീറ്ററോളം നീളമുണ്ട്. ഒരു ചെറിയ അങ്ങോട്ടും കൂടെ. അത് അവിടെയാണ് നമുക്ക് ക്രൂസിനോ ബോട്ടിനോ അല്ലെങ്കിൽ ബ്രിഡ്ജിലോ ഒക്കെ പോകാം. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ മറക്കാൻ പറ്റാത്ത കാര്യം നമ്മൾ കഴിച്ച ഭക്ഷണമൊക്കെയാണ്. എന്താണ് ക്ഷമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ പോയി കഴിച്ചത്? ശരി, പൊതുവെ ഗ്രിൽസ് ആയിരിക്കും അവിടുത്തെ, അല്ലെ? അവിടുത്തെ കബാബ്സ്, ഗ്രിൽസ് കബാബ്സ്. എനിക്ക് ലാം ചോപ്സ് ഇപ്പോഴും, ഓ മൈ ഗോഡ്, വായിലിങ്ങനെ ടേസ്റ്റ് വന്നുകൊണ്ടിരിക്കുക. ലാം ചോപ്സ് ഏറ്റവും കൂടുതൽ കഴിച്ചത് ഞാൻ അതാണെന്ന് തോന്നുന്നു. ഓ, ഇറ്റ് വാസ് റിയലി ഗുഡ്. ഓക്കെ, അപ്പോൾ സ്മിർനയെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇനി ചിലതൊക്കെ കൊച്ചു കൊച്ചു വീഡിയോകളാണ്. കാരണം ഒത്തിരി ടൈം ഇല്ലായിരുന്നു നമുക്ക് അവിടെ ഡ്രൈവ് ചെയ്ത് അടുത്ത സ്ഥലത്ത് എത്തണം. ഒരു ഡേയിൽ പല സ്ഥലത്തും നമുക്ക് കയറാൻ കഴിയുന്ന ടൈമിംഗ് ഉണ്ട്. ഇത്ര മണിക്കുള്ളിൽ അവിടെ എത്തണം. ചില സ്ഥലത്ത് ടിക്കറ്റ് എടുക്കണം, പോകണം, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ സ്മിർനയെ കുറിച്ച് ബാക്കി എന്താണ് പറയാനുള്ളത്? സ്മിർന കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. പക്ഷേ അവിടുത്തെ ഈ പറഞ്ഞ ആദ്യം നമ്മൾ പോയിട്ട് കാണാൻ പറ്റില്ല. ഒരു ദിവസം നമ്മൾ ലേറ്റ് ആയി പോയി, അല്ലെ? ചെന്നപ്പോഴേക്കും ക്ലോസ് ആയി പോയി. അതിനുശേഷം പിറ്റേ ദിവസം ഒരു ദിവസം തന്നെ കഴിഞ്ഞിട്ട് വീണ്ടും പോയി. എഫെസോസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഇസ്മീർ വളരെ വലിയൊരു പട്ടണമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ അവശിഷ്ടങ്ങളുടെ ഒരു കാര്യം എടുത്തു നോക്കുമ്പോൾ അത് കുറച്ച് സ്മോൾ ആയിട്ട് നമുക്ക് തോന്നും. ഒരു പക്ഷേ അത്രയേ അവർക്ക് കുഴിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ വീഡിയോയിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞ, നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണിന്റെ താഴേക്ക് പല ലെയറുകളായിട്ട് കിടക്കുന്നത് ഹിസ്റ്ററിയാണ്. പല സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ പല സ്ഥലത്തും അവര് ഇതൊക്കെ ഒരു സീ സൈഡിൽ പണിയപ്പെട്ട പട്ടണങ്ങൾ. എന്നാൽ ചിലത് ഒരു ഹില്ലിന്റെ മുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെ പല രീതി. ഇപ്പോൾ നമ്മൾ പെർഗമോസിലോട്ട് പോകുമ്പോഴേക്കും അതൊരു ഹില്ലിന്റെ ടോപ്പിലായിരിക്കും. ഇതൊരു സീ പോർട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ ഇവര് വളരെ വെൽ പ്ലാൻഡ് സിറ്റികളാണ് ഇവർ ചെയ്യുന്നത്. അതിൽ ഒരു അഗോറ ഉണ്ടായിരിക്കും. അഗോറ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്ലേസ്. എക്രോപോളിസ് ഉണ്ടായിരിക്കും. അവരുടെ പാർലമെന്റ് പോലെ ഭരണവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു ജിംനേഷ്യം കാണും, ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. ഒരു ലൈബ്രറി കാണും, പിന്നെ കുളിക്കുന്ന സ്ഥലങ്ങൾ കാണും. ഹില്ല് ഉള്ള സ്ഥലമാണെങ്കിൽ വരുന്നത് ഒരു അപ്പർ സിറ്റി കാണും, ഹിൽ ടോപ്പിൽ. അവിടെ ആയിരിക്കും എംപറർ, അവരുടെ കൊട്ടാരം, അവരുടെ ക്ഷേത്രം, അവരുടെ അനുബന്ധിച്ച സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റൽ സാധനങ്ങളൊക്കെ. ഒരു മിഡ് ലെവൽ വാലിയിലായിരിക്കും ജനങ്ങൾ. ഇതാണ് അവരുടെ കോൺസെപ്റ്റ്. ഇതും വളരെ ബ്യൂട്ടിഫുൾ. നമ്മൾ പോയി അതിൻ്റെ ഇതെല്ലാം കണ്ടാൽ അറിയാം. അതിൻ്റെ ആർച്ചുകളും അതിൻ്റെ ഫൗണ്ടൈൻസും എല്ലാം നോക്കുമ്പോൾ
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്മിർന അന്ന് പണിതിരുന്നത്. അതിൻ്റെ ഒരു പോർഷനെ അവിടെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളൂ, അതാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇവിടെ അതിഭയങ്കരമായ പെർസിക്യൂഷൻ നടന്നു. അപ്പൊ ആ ബൈബിൾ വായിക്കുന്ന ആ ഭാഗത്ത് തന്നെ ഉണ്ട് അല്ലെ, ജീവകിരീടം തരാന്നൊക്കെ അല്ലേ കർത്താവ് പറയുന്നത്. ഇവിടെ ഗ്ലാഡിയേറ്റർ ഫൈറ്റ്സ് നടന്നിരുന്നു. ഗ്ലാഡിയേറ്റർ ഇപ്പൊ രസകരമായ സംഭവം, അങ്ങോട്ട് ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പുറത്തെ സീറ്റിലിരുന്ന ഒരു മനുഷ്യൻ സ്ക്രീൻ തുറന്നിട്ട് ഫിലിം നോക്കുക കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അയാളുടെ സ്ക്രീനിലേക്ക് നോക്കിയപ്പോഴേക്കും ഞങ്ങൾ ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ഗ്ലാഡിയേറ്റേഴ്സ് ഒരു ഫിലിം ഇറങ്ങി 2000 സംതിങ്ങിൽ ഇറങ്ങിയ ഒരു പഴയൊരു ഫിലിമുണ്ട്. ഇത് ഇയാളിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ഇത് സെർച്ച് ചെയ്ത് എടുക്കുന്ന ഞാൻ കണ്ടു. പിന്നീടാണ് ഞാൻ സെർച്ച് ചെയ്ത് വന്നപ്പോഴേക്കും സ്മിർനയിലും ഈ പറഞ്ഞ പല സ്ഥലത്തും ഗ്ലാഡിയേറ്റർ ഫൈറ്റ്സ് നടന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര വിനോദമായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഗാലറികളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുമ്പോൾ ഈ ഗ്ലാഡിയേറ്റേഴ്സിനെ കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്യിപ്പിക്കും. ഇതില് ക്രിസ്ത്യൻസിനെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ നീ സഹിക്കാനുള്ളത് പേടിക്കണ്ട, 10 ദിവസം നിനക്ക് പരീക്ഷ ഉണ്ടാകും, ഞാൻ നിനക്ക് ജീവകിരീടം തരാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് സ്നാനപ്പെടുത്തുന്ന സമയത്ത് പലപ്പോഴും ഇത് പറയും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് സ്നാനപ്പെടുത്തി വിടും. ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ കോൺടെക്സ്റ്റിലുണ്ടോ? മറ്റേത് നേരെ മരണത്തെ മണക്കാം. നാളെ എന്നെ ആയിരിക്കും കൊണ്ടുപോയി കത്തിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഗ്ലാഡിയേറ്റർ ഫൈറ്റ്സിൽ കൊണ്ടിട്ടിട്ട് ആളുകൾ ചിറിയുവാണ്. ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുവന്നിട്ട് ചില സമയത്ത് ഈ നേരത്തെ കണ്ട ആംഫി തിയേറ്റർ പോലെയുള്ള അല്ലെങ്കിൽ ഗാലറികളിലൊക്കെ ജനങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവർ കൊണ്ടുവരുന്നത് സിംഹം, കടുവ, പുലി ഇതുപോലുള്ള മൃഗങ്ങളെയാണ് കൊണ്ടുവരുന്നത്. അവരുടെ മുമ്പിലേക്ക് യേശുവിനെ തള്ളി പറയാൻ ഇഷ്ടമില്ല. ഒത്തിരി പേര് പ്രാവശ്യം ചോദിക്കും, നിനക്ക് ജീവൻ വേണോ യേശുവിന് വേണോ? അപ്പോൾ അവർ പറയും എനിക്ക് യേശുവിനെ മതി, നേരെ അങ്ങ് ഇട്ട് കൊടുക്കും. ഇത് കട്ടിച്ച് കീറി തിന്നുന്നത് കണ്ട് ഗാലറികളിൽ കൈയടിക്കും. അതാണ് റോമൻ സാമ്രാജ്യം. ഈ കോണ്ടെക്സ്റ്റിലാണ് യേശു പറയുന്നത് സ്മിർനയിലെ സഭയോട്, നീ സഹിക്കാനുള്ളത് പേടിക്കണ്ട, 10 ദിവസം നിനക്ക് പരീക്ഷ. അങ്ങനെയല്ലേ? ഇതിലല്ലേ അത് പറയുന്നത്? ഈ സഭയ്ക്ക് എഴുതിയ ഇതിൽ തന്നെയാണ് പറയുന്നത് നിനക്ക് 10 ദിവസം പരീക്ഷ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതില് പല രീതിയിലാണ് അതിനെക്കുറിച്ച് ആള് പറയുന്നത്. ഒന്ന്, 10 ദിവസം പരീക്ഷ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ആ ലോക്കൽ അവിടെ ഒരു 10 ദിവസത്തെ പരീക്ഷ ചെറിയ കാലഘട്ടം. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ചില സംഭവങ്ങൾ അവിടെ നടന്നു. 10 റോമൻ എംപറേഴ്സ് അവിടെ ഭരിച്ചു. ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇതിലെല്ലാം പീഡനങ്ങളാണ്. അതിൽ ഏറ്റവും ഭയങ്കരം ഏതായിരുന്നു അറിയാമോ? ഒരു ഈ ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന ഒരു റോമൻ എംപറർ ഉണ്ടായിരുന്നു. 303 മുതൽ AD 303 മുതൽ 313 വരെയുള്ള 10 വർഷം ഇതിന്റെ പീക്കിലെത്തി. ഈ സമയത്താണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു, കുരിശിന്റെ അടയാളമുള്ള എന്താണ് തൊപ്പിയോ മറ്റേ ഷീൽഡോ എന്തൊക്കെ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ക്രൂസൈഡ് അല്ലെങ്കിൽ ഒരു കുരിശ് യുദ്ധം പോലെ നടക്കുന്നു, ഭയങ്കര വിക്ടറി കിട്ടുന്നു. അന്നാണ് ഓവർനൈറ്റ് ഈ മനുഷ്യൻ ക്രിസ്തീയ രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുന്നു. ദ എഡിക്റ്റ് ഓഫ് മിലൻ കേട്ട് കാണും, വളരെ പ്രസിദ്ധമാണ്. മിലൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു എഡിക്റ്റ് ആണ്. എല്ലാ ക്രൈസ്തവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം, സഭകൾക്ക് സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ചത്. അതുവരെ കർത്താവ് ഈ പറഞ്ഞ ഈ കഷ്ടത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടും, വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ മതി. അപ്പോ അങ്ങനെ ഏറ്റുപറയുന്നവരെ കൊല്ലുന്ന ഭരണകൂടം എത്ര പേര് രക്ഷിക്കപ്പെടും? എത്ര പേര് സുവിശേഷം പറയും? ചിന്തിച്ചു നോക്ക്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് ലെറ്റർ എഴുതുക. സ്മിർനയിലെ സഭയുടെ ദൂതന് എഴുതുക, നീ സഹിക്കുവാനുള്ളത് പേടിക്കണ്ട, 10 ദിവസം നിങ്ങൾക്ക് ഇതുണ്ടായിരിക്കും, പക്ഷേ ജയിക്കുന്നവന് ജീവകിരീടം ഞാൻ തരും. ഇതറിയുമ്പോഴാണ് കർത്താവ് എന്താ എഴുതിയെന്നില്ല. ഇപ്പം നമ്മൾ പണ്ടം കണ്ട് എഴുതി, ആർക്കും എഴുതി വായിച്ചു, അവരും ചത്തു മണ്ണ് പറഞ്ഞു, ഇങ്ങനെയല്ല നമ്മൾ എഴുതി. ഇത് അങ്ങനെയല്ല സംഭവം. ആ കോണ്ടെക്സ്റ്റിൽ ചിന്തിച്ചു നോക്കണം. എന്നാൽ അവർ പിടിച്ചു നിന്നു, സഭയിലുള്ളവർ പിടിച്ചു. സോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്, അഥവാ സ്മിർനയിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ബൈബിൾ ആ ഭാഗം, അതായത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം നോട്ട്ബുക്കൊക്കെ റെഡിയാക്കി വെച്ചോ. ഈ
കാണുന്ന ഇൻഫർമേഷൻസ് എഴുതുക. ഇത് കാണുന്ന സമയത്ത് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഇതെല്ലാം കണ്ടിട്ട്, എന്ത് കമ്മിറ്റ്മെൻറ്റ് യേശുവിന് വേണ്ടി എടുക്കാൻ തോന്നുന്നു, ഇതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടുക. സോ ലെറ്റ്സ് ഗോ. സെവൻ ചർച്ചസ് ഓഫ് റെവലേഷൻ, അതിൽ സെക്കൻഡ് ചർച്ചിൻ്റെ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. സ്മിർന, ഇസ്മിർ എന്നാണ് ഇവിടുത്തെ ആളുകൾ വിളിക്കുന്നത്. ഇതൊരു നല്ല രസമുള്ള ഒരു തുറമുഖ പട്ടണമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ഞങ്ങളുടെ മറ്റെല്ലാ വെളിപ്പാട് പുസ്തകത്തിലെ സഭകളിലേക്ക് പോകുമ്പോഴുള്ള യാത്രയിൽ ഞങ്ങളുടെ താമസ സ്ഥലം ഇനി ഇസ്മീർ ആയിരിക്കും. അതെ, ഇവിടെ ഇതിൻ്റെ പുറകിൽ കുറേ ചരിത്രങ്ങളുണ്ട്. കർത്താവ് ഈ സഭയോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അന്നത്തെ ആൾക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് എന്താണ് കർത്താവ് ഇവർക്ക് എഴുതിയ ലെറ്റർ ഒന്ന് വായിച്ചു കേൾക്കാം. യെസ്, ഇത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വചനത്തിൽ നിന്നാണ്. സ്മിർനയിലെ സഭയുടെ ദൂതന് എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്തത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ഇതിൻ്റെ പുറകിലൊരു ചരിത്രമുള്ളത്. BC 600 ലിഡിയൻ കിങ് അറ്റാലിയ അദ്ദേഹം ഇവിടെ വന്ന് ഇത് മൊത്തം നശിപ്പിച്ചു. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്ന ഈ പട്ടണത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം മഹാനായ അലക്സാണ്ടർ അദ്ദേഹത്തിനൊരു സ്വപ്നമുണ്ടായത് വീണ്ടും പണിയണം. അങ്ങനെ മനോഹരമായി അലക്സാണ്ടർ ഇതിനെ പുതുക്കി പണിതു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ വീണ്ടും ജീവിച്ചിരിക്കുന്നു. ഈ പട്ടണവും മരിച്ചുപോയി എന്നാൽ വീണ്ടും ജീവിച്ചു. അതിനുശേഷം അവിടെ ആ വചനത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സ്മിർന എന്ന് പറയുന്ന ഈ വാക്ക് വന്നിരിക്കുന്നത് മൂരെന്നല്ല പറയുന്നത്, മൂര്. അതിന് കാരണം ഇവിടെ ഇതൊരു തുറമുഖ പട്ടണമായതുകൊണ്ട്, ഒരു പോർട്ട് സിറ്റി ആയതുകൊണ്ട്, ഒരു തരത്തിൽ പറഞ്ഞാൽ മൂരിൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒരു എക്സ്ക്ലൂസീവ് ലൈസൻസ് പോലെയായിരുന്നു ഇവർക്ക്. പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, യേശു കർത്താവ് മരിച്ചപ്പോൾ തൻ്റെ ശരീരത്തിൽ എംബാം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മൂര് ഇവിടെ നിന്ന് പോയതാണെന്ന് പറയാം. അതൊരു അനുഗ്രഹമല്ലേ? സോ അത് ഇതിൻ്റെ പുറകിൽ കിടപ്പുണ്ട്. ഇത് കൂടാതെ അവിടെ തന്നെ കർത്താവ് പറയുന്ന ആ വചനത്തിൽ പറയുന്നൊരു കാര്യമാണ്, നീ ദരിദ്രനാണ്. കഷ്ടത പറയുന്നുണ്ട്, നിന്റെ കഷ്ടതയും ദാരിദ്ര്യം, 2 കാര്യം പറയുന്നത്. ഇവിടുത്തെ സഭ ഒരു പെർസിക്യൂട്ടഡ് ചർച്ചായിരുന്നു. ഒത്തിരി കഷ്ടതകളിലൂടെ പീഡനങ്ങളിലൂടെ പോയി. ഇതിന് കാരണം ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഇവിടുത്തെ യഹൂദന്മാർ, ഓർത്തഡോക്സ് ജ്യൂസ് ഒത്തിരി പീഡിപ്പിച്ചു. അതുകൊണ്ടാണ് അവിടെ സാത്താന്റെ സിനഗോഗ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതെ, അവിടെ തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ഇവരൊത്തിരി അബ്യൂസ് ചെയ്യുകയും സ്ലാൻഡർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടത് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അപ്പൊ ഇവിടെ 2 കാര്യം, ദാരിദ്ര്യം, കഷ്ടത. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദാരിദ്ര്യം, കഷ്ടത. ആദിമ ക്രിസ്ത്യാനികൾ പോയ 2 കാര്യങ്ങൾ, ദാരിദ്ര്യം, കഷ്ടത. എന്തുകൊണ്ട് ദാരിദ്ര്യം? ചില സ്ഥലങ്ങളിലൊക്കെ സഭകളുടെ ലൊക്കേഷനുകളിൽ കാണുന്നത് പോലെ അതിഭയങ്കരമായ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രധാന കാരണം, ഇവരെ മറ്റുള്ളവർ ബോയ്ക്കോട്ട് ചെയ്യും. ജോലി കൊടുക്കില്ല, ശമ്പളം കൊടുക്കില്ല, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം, ഇവർ കർത്തൃമേശ നടത്തുന്ന സമയത്ത് കർത്താവായ യേശുവിൻ്റെ തിരുശരീരവും രക്തവുമാകുന്നു എന്ന് പറയുമ്പോൾ യഹൂദന്മാർ അതിനെ വ്യാഖ്യാനിച്ച് എന്താണെന്നറിയാമോ? ഇവർ മാംസവും രക്തവും ഭക്ഷിക്കുന്ന കാനിബൽസാണ്, നരഭോജികളാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പീഡിപ്പിച്ചേ. ഇതാണ് ആ വചനത്തിൽ കാണുന്ന ഒരു ഭാഗം. അതുകൂടാതെ നമ്മളൊക്കെ ചർച്ചിൽ ബ്രദറെ സിസ്റ്ററെ എന്ന് വിളിക്കില്ലേ? അപ്പം അങ്ങനെ ഈ ബ്രദറെ സിസ്റ്ററെ എന്ന് വിളിക്കുമ്പോൾ ഇവർ ആൻറ്റൈ ഫാമിലിയാണ് എന്ന് ഇവരങ്ങ് പ്രചരിപ്പിച്ചു. അതാണ് സാത്താന്റെ പള്ളിക്കാരവരുടെ ദൂഷണം. ഇവർക്ക് കുടുംബമില്ല, ഇവരെല്ലാവരും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ഇവർ കുടുംബങ്ങൾക്കെതിരാണ് എന്ന് ഇത് പ്രചരിപ്പിച്ചിട്ട് അതിഭയങ്കരമായ ഒരു കഷ്ടത വന്നു, ദാരിദ്ര്യം വന്നു. പക്ഷെ അവിടെ പറയുന്നുണ്ട്,
നീ പേടിക്കണ്ടെന്നല്ലേ, സാത്താന്റെ പള്ളിക്കാരെന്ന് യഹൂദന്മാരെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. അതൊരു നേരത്തെ ഒരു കർത്താവ് ഒരു വാണിംഗ് കൊടുക്കുക, നിങ്ങൾ ചിലരൊക്കെ തടവിലാക്കാൻ പോകുന്നു. അതായത് ഇനിയും ചില പരീക്ഷണങ്ങൾ വരുന്നുണ്ട്, പക്ഷെ പിടിച്ചു നിന്നോ. സ്മിർനയിലെ സഭയ്ക്ക് ഒത്തിരി നീണ്ട കത്തൊന്നും കർത്താവ് എഴുതുന്നില്ല, ഇവർക്ക് റെബ്യൂക്കില്ല, ഒരു കുറ്റവും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം 2 സഭകളാണ് കുറ്റമില്ലാത്തതായിട്ട് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്ന, ഒന്ന് ഫിലാഡൽഫിയ, 2 സ്മിർന. അതിൻ്റെ അർത്ഥം പെർഫെക്റ്റ് ചർച്ചാണെന്നൊന്നുമല്ല. കർത്താവിനെ എടുത്തു പറഞ്ഞ് ശാസിക്കേണ്ട രീതിയിലില്ല, പ്രശ്നങ്ങളില്ല. കൂടാതെ കഷ്ടതയിലൂടെ പോകുന്ന, ഓൾറെഡി കഷ്ടതയിലാണ്, അവരിനി ശാസിച്ചും കൂടെ അങ്ങനെ കർത്താവ് ഒരിക്കലും ചെയ്യില്ല. ഈ കർത്താവ് അവിടെ അവരെ പാമ്പർ ചെയ്യുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. ആ ഹാർട്ട് നമ്മൾ മനസ്സിലാക്കണം. സഭ സ്വന്തം രക്തത്താൽ വിലക്ക് വാങ്ങിയതാണെന്ന് മറക്കരുത്. അപ്പോൾ ഇത് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല കർത്താവ് ശാസിക്കുകയും വാണിംഗ് കൊടുക്കുകയും എല്ലാം ചെയ്തത്, ഇഷ്ടം കൂടിയിട്ടാണ്, സ്നേഹിച്ചിട്ടാണ്. അപ്പോൾ ചെറിയൊരു ലെറ്ററാണ്. അപ്പോൾ അവിടെ ഒരു വാണിംഗ് കൊടുത്തു, ഭയങ്കര കഷ്ടത വരാൻ വന്നു. അതിനുശേഷം നീണ്ട കഷ്ടതകൾ വന്നിട്ട് നമുക്ക് യോഹന്നാൻ അപ്പോസ്തലനെ അറിയാമല്ലോ, വെളിപാട് പുസ്തകം എഴുതിയ ആൾ. അദ്ദേഹത്തിനൊരു അരിമ ശിഷ്യനുണ്ടായിരുന്നു, പേര് പോളികാർപ്പ്. ഇവിടെ ഈ നാട്ടിൽ ഇവിടെ വെച്ച്, ഈ സിറ്റിയിൽ വെച്ച് ആ മനുഷ്യനെ കൊന്നു, പോളികാർപ്പിനെ കൊന്നു. അത് നടക്കുന്ന AD 156-ലാണ്. അപ്പം ആ സമയത്ത് സ്റ്റേക്കിൽ ചുറ്റും തീ കൊളുത്തി ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ തീ അദ്ദേഹത്തെ തൊടുന്നില്ല. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്, തീ ഈ വിശുദ്ധൻ്റെ ശരീരത്തെ തൊടുന്നില്ല. അവസാനം ചാകാതായപ്പോൾ അവിടെ നിന്നൊരു കമാൻഡ്മെൻ്റ് ഉണ്ടായി. എല്ലാവർക്കും ഭയങ്കര പേടിയായി, പക്ഷെ കൊന്നേ പറ്റൂ. അതുകൊണ്ട് അവസാനം കുത്തിക്കൊന്നു. തീക്ക് തൊടാൻ പറ്റിയില്ല. തീയുടെ ബലം പോളികാർപ്പ് കെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം, വിശ്വാസത്താൽ. അപ്പോൾ ആ സമയത്ത് പോളികാർപ്പ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് വിശ്വവിഖ്യാതമാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാവർക്കും കൊണ്ട് ഒന്നാമത് 86 വയസ്സോ എന്തോ ഉണ്ട്, 86 വയസ്സോളം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ആ വൃദ്ധനായി മനുഷ്യനോട് എല്ലാവർക്കും ഒരു സഹതാപം തോന്നി. എല്ലാവരും കൂടി പറഞ്ഞു, എന്തിനാ പോളികാർ, പ്ലീസ് ഡിനൈ ജീസസ്. ചുമ്മാ ഒന്നങ്ങ് പറഞ്ഞാൽ പോലും, വാവുണ്ടെന്ന് പറഞ്ഞാൽ പോരെ, പ്രശ്നം കൊണ്ട് തീരൂല, നിങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 86 years I have served him and he has done no wrong. 86 വർഷമായിട്ട് ഞാൻ ക്രിസ്തുവിനെ സേവിക്കുന്നു, ഇതിൽ ഒരിക്കൽ പോലും അവൻ എന്നെ കൈവിട്ടിട്ടില്ല. ഈ പട്ടണത്തിൽ നടന്ന സംഭവമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എങ്ങനെ അവനെ നിഷേധിക്കും, ഞാനെങ്ങനെ അവനെ നിഷേധിക്കും, അവനെ തള്ളി പറയും എന്ന് പറഞ്ഞിട്ട് കൊന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു രക്തസാക്ഷി, രക്തം കൊണ്ട് സാക്ഷ്യം വഹിച്ച ഒരു വലിയ വിശുദ്ധൻ്റെ ആ സഭയുടെ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ബൈ ദ വേ, സ്മിർനയുടെ സിമ്പൽ ക്രൗണായിരുന്നു. കർത്താവ് ഓഫർ ചെയ്യുന്ന എന്താ? ജീവകിരീടം. ഐ വിൽ ഗിവ് യു ക്രൗൺ ഓഫ് ലൈഫ്. ഈ സ്മിർനയിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ലോകമെങ്ങും ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ രാജ്യം മൊത്തം പ്രശ്നമോ അല്ലെങ്കിൽ ചില സ്റ്റേറ്റുകളിൽ പ്രശ്നമോ, നിങ്ങളായിരിക്കുന്ന ഗ്രാമത്തിൽ പ്രശ്നമോ അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നം, എല്ലാവരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, സമുദായത്തിൽ പ്രശ്നം, ഉൾപ്പെട്ട് നിന്ന സഭയിൽ പ്രശ്നം, അങ്ങനെ വലിയ കഷ്ടതയിലൂടെ അതോടൊപ്പം ദാരിദ്ര്യത്തിലൂടെയും പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വി ജസ്റ്റ് വാണ്ട് ടു എൻകറേജ് യു. ക്രൗൺ ഓഫ് ലൈഫ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഈ ഭൂമിയിൽ ഒരു വിടുതൽ കിട്ടിയില്ലേലും, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് പകുതി തലയും പകുതി മീശയും താടി ഷേവ് ചെയ്ത് കഴുതയുടെ മുകളിൽ കയറ്റി പട്ടണം തോറും കൊണ്ടു നടന്ന പാസ്റ്റേഴ്സിനെ ഞങ്ങൾ കണ്ടു. അദ്ദേഹം പൊട്ടിത്തകർന്നു പോയി. അതുപോലെ ഈ എന്തൊക്കെയോ ശരീരത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അവഹേളിച്ച് നഗ്നരാക്കി വഴിയിലൂടെയൊക്കെ നടത്തി നോർത്ത് ഇന്ത്യയിലും ലോകത്തിലെ പല സ്ഥലങ്ങളിലും കഷ്ടതയിലിരിക്കുന്ന ജനത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ നമ്മളൊക്കെ സഹിക്കുന്നതിനേക്കാൾ വലിയ കഷ്ടതയായിരിക്കും അവർ സഹിക്കുന്നത്. പക്ഷേ വെച്ചിരിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് ജീവകിരീടം, ക്രൗൺ ഓഫ് ലൈഫ്. അത് സ്മിർനയോട് കർത്താവ് പറഞ്ഞെങ്കിൽ എൻ്റെ സിമ്പിൾ അതായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഓരോ സഭയോട് കർത്താവ് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്, അവർക്ക് മനസ്സിലാകുന്നൊരു ജിയോഗ്രഫി ഉണ്ട്, ഒരു സ്റ്റോറിയുണ്ട്. അതിനെ ബേസ് ചെയ്ത കർത്താവ് ഇടപെടുന്നത്.
നമ്മുടെ ജീവിതകഥയും നമ്മുടെ സഭയുടെ കൂട്ടായ്മയുടെ കഥയും എല്ലാം കർത്താവ് അറിയും. അത് വെച്ചാണ് കർത്താവ് റിലേറ്റ് ചെയ്യുന്നത്. യെസ്, വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ അല്ലെ, സ്മിർന, ഇസ്മീർ, അവിടെ നിന്ന് പിന്നെ നമ്മൾ പോയത് പെർഗമത്തിലോട്ട്. പെർഗമം, സ്മിർന, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ അവിടെ പോയെന്നുള്ളതിന് യാതൊരു തെളിവൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ സഭകൾ അന്ന് വളരെ പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ കാൽച്ചുവടുകൾ വെച്ച സഭകളൊന്നുമല്ല. എഫെസോസ് ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം കണ്ട സഭയുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ യോഹന്നാൻ അപ്പസ്തോലിന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, അദ്ദേഹത്തിന്റെ ആ പ്രായാധിക്യത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ വളരെ ശക്തമായ സഭയുള്ള സ്ഥലമായിരുന്നു പെർഗമം, പെർഗമോസ് എന്ന് പറയുന്ന സ്ഥലം. ബർഗമ എന്നാണ് ഇപ്പോൾ ആ സിറ്റിയെ അറിയപ്പെടുന്നത്. ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? നമ്മൾ പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് അതായിരുന്നു. ഒരു ഹിൽ ടോപ്പിലാണ്. ഇത് ഹിൽ ടോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ ഉള്ള ബ്യൂട്ടി, ആ ഒരു വ്യൂ, ഐ തിങ്ക് മമ്മ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ അതിനെ കുറിച്ച്. ആ താഴത്തോട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു ബ്യൂട്ടി. എന്നാൽ അത് സാത്താന്റെ സിംഹാസനം എന്നറിയപ്പെട്ട, ഓൾട്ടർ എന്നറിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. സോ അതിനെ കുറിച്ചെല്ലാം നമ്മൾ വീഡിയോയിൽ കാണും. വീഡിയോയിൽ കുറെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഞാൻ പറയാണ്. ഈ പെർഗമം എന്ന് പറയുന്ന ഈ സ്ഥലം ഹിൽ ടോപ്പിലാണല്ലോ, ഭയങ്കര ഉയരത്തിലാണ് പഠിച്ചത്. ഇവിടെ ഞാൻ ഏകദേശം 200 ടണ്ണോളം സ്വർണം സൂക്ഷിച്ചു വെച്ചിരുന്നു രാജാവ്. കാരണം ഈ സീപോർട്ട് സിറ്റീസ് ആണെങ്കിൽ പെട്ടെന്ന് ആളുകൾക്കൊന്ന് ആക്രമിക്കാം. ഏറ്റവും വലിയ ട്രഷറി, ബാങ്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവിടെ. ഈ പെർഗമം എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ സംഭവങ്ങളുണ്ട്. ജസ്റ്റ് ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറയുക. കർത്താവ് തന്നെ അതിനെ വിളിക്കുന്നത് എന്താ? സാത്താന്റെ ത്രോൺ ഇരിക്കുന്ന സ്ഥലം. മൊത്തം ബൈബിളിൽ 66 പുസ്തകങ്ങൾ എടുത്താൽ സാത്താൻ സിംഹാസനം വെച്ചിട്ടുള്ള ഒരു സ്ഥലം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പെർഗമം മാത്രമാണ്. വേറൊരു സ്ഥലത്തും പാടില്ല. സാത്താൻ ഊടാണി നടക്കുന്നുണ്ട് അവിടെ ഇവിടെ അല്ലെ. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. അതല്ല പറഞ്ഞത്. നീ ഇരിക്കുന്ന സ്ഥലം, ഈ സഭ ഇരിക്കുന്നത് എവിടെയാ? സാത്താൻ ഇങ്ങനെ സിംഹാസനം വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്താണ് എന്ന് കർത്താവ് തന്നെ പറയുന്നു. എന്ന് വെച്ചാൽ അവിടെ നടന്ന സംഭവം എന്തായിരിക്കും? സാത്താന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയായിരുന്നു, ഭൂമിയിലെ. അത് അവിടെ ഇരുന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ കാണാൻ പോകുന്ന വീഡിയോ ചെയ്തിരിക്കുന്നത് ആ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സിലും അപ്പോൾ തന്നെ എക്സാക്ട് പൊസിഷനിലാണ്. പക്ഷെ ഇന്ന് ഈ സാത്താന്റെ സിംഹാസനം എന്ന് പല രീതിയിൽ അതിനെ പറയുന്നുണ്ട്. അത് ഒരു യു ഷേപ്പിൽ ആയിരുന്നു ഇതിന്റെ ഇത് ഏകദേശം 40 അടി ഉയരത്തിൽ കറക്റ്റ് ഒരു ത്രോണിന്റെ ഷേപ്പിലായിരുന്നു ഈ ക്ഷേത്രം നിന്നിരുന്നത്. സിയൂസ് ദേവന്റെ ക്ഷേത്രം. ഗ്രീക്കിലെ ഏറ്റവും ചീഫ് ഗോഡ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ അല്ലെ? റോമനില് ജൂപ്പിറ്റർ, ഗ്രീക്കില് സിയസ്. സെയിം കോൺസെപ്റ്റ് ആണ്. ഏറ്റവും ചീഫ് ഗോഡ് എന്നാണ് അവര്, ഗോഡ് ഓഫ് ഗോഡ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. എല്ലാ ദൈവങ്ങളുടെയും ദൈവം എന്നറിയപ്പെടുന്ന അതോട് ചേർന്ന് അത് മാത്രമല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വേറെ പല പല ദൈവം, ഗോഡ്സിന്റെയും ഗോഡസസിന്റെയും ക്ഷേത്രങ്ങളെല്ലാം ചുറ്റും തന്നെ എംപറർ വേർഷിപ്പും. അതാണ് ഏറ്റവും വലിയത്. അപ്പൊ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു, മനുഷ്യാരാധന ഉണ്ടായിരുന്നു. അതായത് റോം കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ട് എംപറർ വർഷിപ്പ് നടക്കുന്നത് ഇവിടെയാണ്. ട്രാജൻ ഇവിടെയാണ് നടക്കുന്നത്. അവിടെ നിന്നൊക്കെ നമ്മൾ ചില ഷോർട്സും വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു ഭരണാധികാരി, ഒരു എംപററിനെ വന്ന് ആരാധിക്കുക. അന്നത്തെ പല സ്ഥലങ്ങളിലും മാർക്കറ്റിലോട്ട് പോവുക. ഇപ്പം ഞാൻ തേയില കച്ചവടക്കാരനാണ് ഇരിക്കട്ടെ, ഞാൻ മാർക്കറ്റിലോട്ട് പോവുക. എൻ്റെ സാധനം അവിടെ മാർക്കറ്റിൽ വിൽക്കുന്നതിന് മുമ്പ് മാർക്കറ്റിലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ സാധനങ്ങൾ മേടിക്കാനാണ് ആദ്യം ഞാൻ ചെയ്യേണ്ടത് ഇൻസെൻസ് എടുത്തിട്ട് വെച്ചിരിക്കുന്ന ഈ എംപററില്ലേ, ഈ എംപറിന്റെ മുമ്പിൽ ആദ്യം ഞാൻ ഇൻസെൻസ് ഇട്ട് അയാളെ വർഷിപ്പ് ചെയ്തിട്ട് മാത്രമേ കച്ചവടം നടക്കുകയുള്ളൂ. ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. അവിടെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ടെമ്പിളിൽ ഏകദേശം 1000-ഓളം മെയിൽ ആൻഡ് ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ഈ സുഖലോലുപതയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ് പെർഗമോസ്. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് സംഭവം. ഇത് കൂടാതെ അവിടെ അസ്കപ്പോലിയോൺ, കൃത്യമായിട്ട് ആ പ്രൊനൗൺസിയേഷൻ കിട്ടുന്നില്ല, സ്കെപ്പോലിയോൺ എന്നാണ് തോന്നുന്നു, ഇതിന്റെ പേരിലുള്ള ഒരു ഹോസ്പിറ്റൽ, ഇന്നത്തെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയാം.
ഇത് അവിടെ റെമനൻസ് അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടു. സ്ക്ലീപ്പിയോൺ, കറക്റ്റ് സ്പെല്ലിംഗ് ഒന്ന് നോക്കണേ. സ്ക്ലീപ്പിയൻ എന്ന് പറയുന്ന ഇതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇവിടെ ദൂര രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്നിപ്പോ മെഡിക്കൽ ടൂറിസം ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ അന്ന് നടന്നിരുന്ന ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ടായിരുന്നു. 3000 പേർക്കോളം അവിടെ താമസിച്ച് ചികിത്സിക്കാനൊക്കെ. അവിടെ ചികിത്സാ രീതി ഭയങ്കരമാണ്. അവിടുത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഒന്ന്, ഒരു പ്രത്യേക രീതിയിലുള്ള ഡ്രഗ് ഇവർക്ക് കുടിക്കാൻ കൊടുക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അനസ്തേഷ്യ കൊടുക്കുന്ന പോലെ ഈ ഡ്രഗ് കുടിച്ചു കഴിഞ്ഞാൽ മയങ്ങിപ്പോകും. ആ സമയത്ത് മയങ്ങി കോമാ സ്റ്റേജിൽ കിടക്കുന്ന സമയത്ത് ഇവർ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ആ സമയത്ത് അവിടെയുള്ള സോക്കോൾഡ് ഡോക്ടേഴ്സ് വന്നിട്ട് ഇവരോട് ചോദിക്കും. ഇവരോട് തന്നെ ചോദിക്കുമ്പോൾ വിവരങ്ങൾ പറയും. അത് വെച്ചാണ് ചികിത്സ. 1. 2, വലിയ ഡാർക്ക് ചേംബേഴ്സിനകത്ത് കൊണ്ടുപോയി ഇതുപോലെ ഡ്രഗ് കൊടുത്ത ആളുകൾ അങ്ങ് ഇരുട്ടുമുറിയിൽ കിടത്തും. ആ ഇരുട്ടുമുറിയിലേക്ക് പാമ്പുകളെ വിടും ഇരുട്ടിലോട്ട്. ഈ പാമ്പുകൾ ഇവിടെ ശരീരത്തിലൂടെ ഇഴഞ്ഞ് പോകും. അങ്ങനെ പോകുമ്പോൾ അതിലൂടെ സൗഖ്യം കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഒരു ഡിമോണിക് ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് നമുക്ക് അന്ന് ഭൂമിയിൽ നടക്കാവുന്ന ഏറ്റവും വലിയ വൾഗർ മ്ലേച്ഛമായ കാര്യങ്ങളാണ് ഈ പെർഗമോസിൽ നടന്നുകൊണ്ടിരുന്നത്. അവിടെയുള്ള സഭയുടെ ആ റെസ്പോൺസിബിലിറ്റി, അവരുടെ എൻവയൺമെന്റ്, അതിന് നടുവിലും സഭ വെക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത്. അതിന് നടുവിലും ഒരു ചേർച്ച് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എടുത്ത ആ ഒരു ചങ്കൂറ്റം എത്ര വലുതായിരിക്കും. ഇങ്ങനത്തെ സ്ഥലത്ത് പോകാൻ പാടില്ല. നമ്മൾ ഇപ്പോഴാണ് ചില ആൾക്കാർ പറയും അവിടെ നിന്ന് പോലെ ഭയങ്കര പോരാട്ടമാണ്. ബട്ട് ഇവര് ഈ അപ്പോസ്തലന്മാര് ലൈക്ക് കംപ്ലീറ്റ്ലി വേൾഡിനെ അപ്സൈഡ് ഡൗൺ ആക്കിയ ഒരു കൂട്ടമാണ്. അതാ എനിക്കും അതന്നെ തോന്നിയത്. ഇപ്പോ നമ്മൾ തന്നെ പലപ്പോഴേ അവിടെ വലിയ പ്രശ്നമുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇന്ന പ്രശ്നം ഉണ്ടാവും, ഇന്ന ജാതീയ പ്രശ്നങ്ങൾ ഉണ്ടാവും, അവിടെ സഭ നടത്തരുത്, നിങ്ങൾ അവിടെ സഭ പൂട്ടണം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര ചങ്കൂറ്റത്തോടും ആവേശത്തോടും കൂടിയാണ് സഭ അതിന്റെ നടുവിൽ നിന്നത്. ഇന്ന് അതിലേക്കൊക്കെ നമ്മുടെ സഭകളും ക്രിസ്തീയ നേതാക്കന്മാരൊക്കെ മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഓർക്കുന്നുണ്ട്, നമ്മൾ പങ്കെടുത്തൊരു യൂത്ത് കോൺഫറൻസിൽ ഒരു പാസ്റ്റർ അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു യൂത്ത് ലീഡർ പറഞ്ഞു, ചില ആളുകള് നമ്മുടെ വിശ്വാസികൾ അവരുടെ കുട്ടികളെ ഒരു ക്രിസ്ത്യൻ ഇതിൽ വിടാൻ ശ്രമിക്കും, ക്രിസ്ത്യൻ കോളേജ്, ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, കാരണം സേഫ് ആണല്ലോ. പക്ഷേ ശരിക്കും വിടേണ്ടത് അവിടെയല്ല വിടേണ്ടത്. ഒട്ടും വെളിച്ചം കിട്ടാത്തൊരു സ്ഥലത്ത് വെളിച്ചമായിട്ടാണ് വിടേണ്ടത്. നമ്മൾ നമ്മുടെ പിള്ളേരുടെ ഫ്യൂച്ചർ ഇവൻ ഉഴപ്പി പോകരുത്, അല്ലെങ്കിൽ ഇവള് തെറ്റിപ്പോകരുത് നോക്കുന്നു. പക്ഷെ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണെങ്കിലുള്ള കാര്യം പറയാം. ആദ്യം അവര് സ്ട്രോങ് ആണെങ്കിൽ പോകേണ്ടത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്. ഈ അപ്പസ്തലന്മാര് പോയല്ലോ, അതുകൊണ്ടല്ലേ അവിടെ ഒരു സഭയുണ്ടായത്. ഇത് ഞാൻ എന്റെ ബൈബിള് തുറന്നു വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു 2:13 I know where you live. നീ എവിടെ പാർക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ കർത്താവിന് അറിയാം പെർഗമോസിലെ വിശ്വാസികൾ എവിടെയാണ് ജീവിക്കുന്നത്, അവരെ ആരാധിക്കുന്നത് എവിടെയാണ് അറിയാം. വേർ Satan has his throne, സാത്താന്റെ സിംഹാസനം ഇരിക്കുന്നിടം. Yet you remain true to my name. എന്ന് വെച്ചാൽ ഒരു വിശ്വാസിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒന്ന്, മാർക്കറ്റിൽ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല, ഒരു കച്ചവടം നടത്താൻ സാധ്യമല്ല, ജീവിതം പോകുന്ന സാഹചര്യം, പ്രലോഭനങ്ങൾ, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മാത്രമല്ല അവിടെ പലപ്പോഴും ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ, ഈ എംപറേഴ്സ്, അന്നത്തെ റോമൻ ഭരണാധികാരികൾ മുഴുവൻ ദൈവപുത്രന്മാർ എന്നാണ് അറിയപ്പെടുന്നത്, സൺ ഓഫ് ഗോഡ് എന്നാ പറയുന്നേ. ഈ ജനങ്ങൾ വന്നിട്ട് ഈ എംപറർ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും, സ്വർണത്തിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമുണ്ട്, പ്രജകൾക്ക് ഓഡിയൻസ് കൊടുക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ദൈവപുത്രൻ വന്നിരിക്കുന്നത്. അവിടെയാണ് ജീസസ് എന്ന് പറഞ്ഞ സൺ ഓഫ് ഗോഡ് ആയിട്ട് ഇവർ പോകുന്നത്. ചിന്തിച്ചു നോക്ക്, തലയാ പോകുന്നു, വേറെ ഒന്നുമില്ല. ഇത് പറഞ്ഞാൽ തല പോകും. വിശ്വാസിയാകുമെന്ന് പറഞ്ഞാൽ ചാകാൻ തയ്യാറാകുക എന്നർത്ഥം, രക്ഷിക്കപ്പെടുക അർത്ഥം ഗെറ്റ് റെഡി വരുന്നു. എന്നിട്ട് അതിനുശേഷം പറഞ്ഞത് യു ഡിഡ് നോട്ട് റിനൗൺസ് യുവർ ഫെയ്ത്ത് ഇൻ മീ, എന്നിലുള്ള വിശ്വാസം എന്നിട്ട് നീ തള്ളിക്കളഞ്ഞില്ല. നോട്ട് ഈവൻ ഇൻ ദ ഡേയ്സ് ഓഫ് ആന്റിപ്പാസ്. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും അതിന്റെ പിക്ചറൊക്കെ ഒന്ന് കാണിക്കും. മൈ ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ് അവിടെ നടന്നതാണ്, ഒരാളെ ഇട്ട് കൊന്നത്. എന്നിട്ടും
ഇവര് വിശ്വാസം ത്യജിച്ചില്ല. ഈ അന്തിപ്പാസ് അവിടുത്തെ വലിയൊരു ബിഷപ്പായിരുന്നു, ശുശ്രൂഷകനായിരുന്നു. ആ ആളാണ് കൊന്നത്, അഭിഷിക്തനെയാ കൊന്നത്. അപ്പൊ ഞങ്ങളുടെ വിശ്വാസികൾ എന്തിക്കുക, ഇത്രയും അഭിഷേകമുള്ള ഞങ്ങളുടെ പാസ്റ്ററെ കൊന്നു, ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കാന്ന് വിചാരിക്കും. ഇത് പറയാ, ഹു വാസ് പുട്ട് ടു ഡെത്ത് ഇൻ യുവർ സിറ്റി വേർ സൈറ്റൻ ലിവ്സ്. എംപറർ മാത്രമല്ല അവിടെ ജീവിക്കുന്നേ, സാത്താൻ അവിടെ ജീവിച്ചിരുന്നേ. അതിനുശേഷം പറയുന്നത് ബാലാമിന്റെ ഉപദേശം, പിന്നെ എന്താണ്, സെക്ഷൽ ഇമ്മൊറാലിറ്റി പറയുന്നുണ്ട്, ഫുഡ് സാക്രിഫൈസ് ടു ഐഡൽസ് പറയുന്നുണ്ട്, ഇസ്രായേലിനെ മയക്കിയ കാര്യങ്ങൾ പറയുന്നുണ്ട്, നിക്കോലാവരുടെ ഉപദേശം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ജയിക്കുവാണെങ്കിൽ ഓഫർ ഇതാണ്, ഹൂവർ ഹാസ് ഇയേഴ്സ് ലെറ്റ് ദം ഹിയർ, ഇതെല്ലാം പറഞ്ഞിട്ട് ജയിക്കുവാണെങ്കിൽ ടു ദ വൺ ഹൂ ഈസ് വിക്ടോറിയസ്, ഇത് കേൾക്കണം, ഐ വിൽ ഗിവ് സം ഓഫ് ദ ഹിഡൻ മന, മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ആർക്കും വെളിപ്പെടുത്താൻ മന്ന കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പറയാം, വിൽ ഓൾസോ ഗിവ് ദാറ്റ് പേഴ്സൺ എ വൈറ്റ് സ്റ്റോൺ വിത്ത് എ ന്യൂ നെയിം റിട്ടൺ ഓൺ ഇറ്റ്. ഞാൻ ഈ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ച സമയത്തൊക്കെ പറയും, ഈ വെള്ളക്കല്ല് എന്താണ്? അന്നത്തെ കാലത്ത് ഒരു എംപറർ, ഒരു രാജാവ് വലിയ ബാങ്ക്വറ്റ്സ് നടത്തും, വിരുന്ന് സൽക്കാരം നടത്തും. പക്ഷെ അവിടേക്ക് എല്ലാവർക്കും കയറി ചെല്ലാൻ സാധ്യമല്ല. ഒരു വെള്ളക്കല്ലിൽ ഒരു പേരെഴുതി കൊടുക്കുന്നു, ഈ കല്ലുമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. എങ്കിൽ മാത്രമേ ബാങ്കറ്റിൽ പ്രവേശനമുള്ളൂ. മക്കളെ, നിങ്ങളുടെ രാജാവ് നിങ്ങളെ വിരുന്നിന് വിളിച്ചില്ലെങ്കിലും ഐ എം ദ കിങ് ഓഫ് കിങ്സ്, ഞാൻ ഈ വെള്ളക്കല്ല് നിനക്ക് തരും. നിനക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യത്തിലെ വിരുന്നിൽ ഇതാ എൻട്രി പാസ് പിടിച്ചു. എങ്ങനെയുണ്ട് പെർഗമോസിലെ സഭ? നമ്മളിപ്പോൾ സാധാരണ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഇത്രയൊക്കെ ഉള്ളത് നമ്മൾ. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ വാവ്, ഈ പശ്ചാത്തലത്തിൽ ആ കർത്താവ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എത്രത്തോളം ഈ വചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യം. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ടർക്കിയിൽ കണ്ടൊരു സാധനമാണ് തേൻകട്ട. എവിടെയെല്ലാം ഞങ്ങൾ താമസിച്ചു, അവിടെ എല്ലാം ഹോട്ടൽസിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു പ്രത്യേക ട്രേയിൽ തേൻകട്ട. ഞാൻ ആദ്യമായിട്ടാണ് ആ രീതിയിൽ ഹോട്ടൽസിൽ ഇങ്ങനെ കാണുന്നത്. ടർക്കിയിലെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഉണ്ടാവുമായിരിക്കാം, ഇങ്ങനെ ഉണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ പല സ്ഥലത്തും ഉണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് താമസിച്ച സ്ഥലത്ത് ഇത് കാണുന്നത്. മിക്കവാറും എല്ലാവരും അത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് കഴിക്കാം. അതുണ്ടല്ലോ, അത് അറകളെല്ലാം തേൻ നിറഞ്ഞിരിക്കുന്ന അറകൾ അതുമെല്ലാം കണ്ടു. അപ്പൊ നമുക്ക് വേഗത്തിലൊന്ന് പോയാലോ? പെർഗമോസ്. വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ യേശു കർത്താവ് സഭകൾക്ക് കത്തെഴുതുമ്പോൾ അതിലെ 3-ാമത്തെ സഭ പെർഗമോസ്, ആ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ബർഗാമ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റായി ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്പോട്ടിലാണ് ഞങ്ങളുള്ളത്. ആ ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വേദവചനങ്ങൾ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായുത്തിലുള്ളവൻ അരുളി ചെയ്തത്, നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിശ്ചയിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുന്നിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്യം നിക്കോലവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. ഇവിടെ ഈ പെർഗമോസിലെ സഭ വളരെ ഒരു പേഗൻ വർഷിപ്പിൻ്റെ ഒരു സ്ട്രാറ്റജിക് സെൻറ്ററിലായിരുന്നു. എന്നാൽ അവിടെ പറയുന്ന സാത്താൻ്റെ സിംഹാസനം ഉള്ള സ്ഥലമെന്നാണ്. ഞങ്ങളിപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന സാത്താൻ്റെ സിംഹാസനം എന്ന് പറയുന്ന ഒരു വലിയ യാഗപീഠം. സിയൂസ് ദേവൻ്റെയും അഥേനയുടെയും ഒരു വലിയ യു ഷേപ്പിലുള്ള, ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4 നില കെട്ടിടം, ഒരു 40 അടിയോളം ഉയരത്തിൽ യു ഷേപ്പിലുള്ള ഭയങ്കരമായ ഒരു യാഗപീഠമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതൊരു ത്രോണിൻ്റെ ഷേപ്പിലായിരുന്നു.
ഇരിക്കുന്നൊരു ത്രോൺ ഷേപ്പിലാണ്. രാവും പകലും ഇവിടെ നിന്ന് യാഗം കഴിക്കുന്നതിൻ്റെ പുക ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഡീമോണിക് സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഒത്തിരി യാഗങ്ങൾ നടക്കുന്നൊരു സ്ഥലം. സാത്താൻ്റെ സിംഹാസനം അന്ന് ഭൂമിയിൽ ഈ സ്പോട്ടിലായിരുന്നു. അവിടെയാണ് പെർഗമോസിലെ സഭയിലെ വിശ്വാസികൾ കർത്താവിന് വേണ്ടി നിന്നത്. പക്ഷെ അവിടെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയായിട്ട് പോലും നിങ്ങൾ എൻ്റെ നാമത്തെ ഉപേക്ഷിച്ചില്ല, പിടിച്ചു നിന്നു. മാത്രമല്ല ഇവിടെ വെച്ച്, ഈ പെർഗമോസിൽ വെച്ചാണ് അന്തിപ്പാസിനെ കൊന്നത്. യേശു കർത്താവ് സ്വന്തം വാഗൊണ്ട് ഒരു വിശ്വാസിയുടെ പേരെടുത്ത് പറയുന്നെങ്കിൽ അത് അന്തിപ്പാസാണ്. അന്തിപ്പാസിനെ കൊന്നത് ഈ സ്പോട്ടിൽ വെച്ചാണ്. അന്തിപ്പാസ്, നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ച ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു, ഈ ഒരു കാളയുടെ ഷേപ്പിലുള്ളൊരു യാഗപീഠം ഉണ്ടാക്കി അതിനകത്തിട്ട് അടിയിൽ നിന്ന് തീ കൊടുത്ത് ബാർബിക്യൂ പോലെ ആക്കി കൊന്നു. ഇത്രയും വലിയ പീഡനം നടന്നിട്ടും വിശ്വാസികൾ പിടിച്ചു നിന്നു. അതാണ് അവിടെ പറയുന്നത്. പക്ഷെ 2 കുറ്റം പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ബിലയാമിൻ്റെ ഉപദേശം, നിക്കോലാവിയരുടെ ഉപദേശം, ഇതൊക്കെ അവർ കയറി പിടിച്ചു. അങ്ങനെ സഭയ്ക്കകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഇങ്ങനെയുള്ളൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ പോയ ഒരു സഭ. പക്ഷേ അവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തമുണ്ട്. വെള്ളക്കല്ല്, പിന്നെ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വലിയ മറഞ്ഞിരിക്കുന്ന മന്ന, ഇതെല്ലാം ഞാൻ തരാം. സോ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നൊരു ദൂത് എന്താണ്? എത്ര വലിയ പീഡനം വന്നാലും, എത്ര വലിയ പ്രശ്നം വന്നാലും പിടിച്ചു നിന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നത് എത്ര വലിയ കാര്യങ്ങളാണ്. ഇങ്ങനെ കർത്താവ് അവരെ എൻകറേജ് ചെയ്യുന്ന ഒരു ഭാഗത്ത് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ സാധ്യമല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഓൾട്ടർ പിൽക്കാലത്ത് ഇവിടെ നിന്നും പൊളിച്ച് ജർമ്മനിയിലെ ബെർലിനിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇപ്പോൾ അവിടെ ചെന്നാൽ അവിടെ മ്യൂസിയത്തിൽ അത് വീണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 1900 തുടക്കത്തിലാണ് ഇവിടെ നിന്ന് മൂവ് ചെയ്തത്. അതിനുശേഷം ഒരു 1930 അവിടുത്തെ മ്യൂസിയം ഒക്കെ കൺസ്ട്രക്ട് ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് ഹിറ്റ്ലർ അവിടെ എഴുന്നേൽക്കുന്നത്. അതേ വർഷം. അതിനുശേഷം ഉണ്ടായ സംഭവം അറിയാമോ? രക്തപ്പുഴ, യഹൂദന്മാരുടെ രക്തപ്പുഴ അവിടെ ഒഴുകുകയാണ്. തീരുന്നില്ല. വേൾഡ് വാർ 2 ആയ സമയത്ത് ജർമ്മനി തോൽക്കുന്നു, ബെർലിൻ താഴെ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ സാത്താൻ്റെ സിംഹാസനം എവിടെ കൊണ്ട് വെച്ചോ അവിടെ നാശം. എന്നാൽ ഈ 1900 തുടക്കത്തിൽ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായി. കാലിഫോർണിയയിൽ ദൈവത്തിന് വേണ്ടി ഒരു ഓൾട്ടർ ഉയർന്നു. ഒരു വലിയ ഉണർവ്. സാത്താൻ ഒരു സ്ഥലത്തൊരു കാര്യം ചെയ്യുമ്പോൾ ദൈവം വേറൊരു ഭാഗത്ത് അടുത്തൊരു ഓൾട്ടർ എഴുന്നേൽപ്പിക്കുകയാണ്. അവിടെ അക്ഷരാർത്ഥത്തിൽ ആളുകൾ കാണുന്നത് പോലെ കാലിഫോർണിയയിൽ അസൂസ സ്ട്രീറ്റിൽ തീ ഇറങ്ങി, ആളുകൾ ഓടിക്കൂടി. ഇങ്ങനെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക, കർത്താവ് കൂടെയുണ്ട്, വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. പിടിച്ചു നിൽക്കുക, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. എനിക്ക് പെർഗമില് വെച്ച് ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു വാക്യം, മാത്യു 16:18. I will build my church and the gates of Hades will not overcome it. Amen. So അവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും സാത്താന്റെ സിംഹാസനം ഇരിക്കുമ്പോഴും അവിടെ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എനി പ്ലേസ് ഇൻ ദ വേൾഡ്. ഇപ്പോൾ പല പെർഗമോസിൽ സഭ വളരാമെങ്കിൽ സിംഹാസനം വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വളരാമെങ്കിൽ, so that means there is no ground in the whole world that is too tough for Jesus to build his church. പല സ്ഥലങ്ങളെയും സിൻ സിറ്റീസ് എന്നൊക്കെയാണ്, ലാസ് വേഗസ് തുടങ്ങിയുള്ള പല സ്ഥലങ്ങളെയും സിൻ സിറ്റീസ്. പിന്നെ കൊച്ചിയിലുള്ള പല ആൾക്കാരും വരും, ബാംഗ്ലൂരിൽ വിടല്ലോ കുട്ടികളെ കുറിച്ചൊക്കെ പറയും. ബട്ട് നമ്മൾ നോക്കുമ്പോൾ ബാംഗ്ലൂരിലുള്ള പല സഭകളും കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നു. ഈവൻ നമ്മുടെ ഗ്യാതറിങ്സ് പോലും ബാംഗ്ലൂരിൽ കർത്താവ് ഉപയോഗിക്കുന്നു. സോ there is no place, there is no city that is too hard for the Lord. Amen. So നമ്മൾ ഇനി അടുത്ത് പോകുന്ന സ്ഥലം തയറ്റീര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. മലയാളത്തിൽ പറയും. നമ്മൾ അവിടെ വണ്ടി ഓടിച്ച് ചെന്നപ്പോൾ ഗൂഗിൾ മാപ്സ് പറയുന്നു യു ഹാവ് അറൈവ്ഡ്. നമ്മൾ നോക്കിയിട്ട് എവിടെ അറൈവ്ഡ്, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പിന്നെ നമ്മൾ പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ നടന്നു നോക്കിയപ്പോഴോ ഒരു മൂലയ്ക്ക് ഒരു സാധനം വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു ഗേറ്റിൽ ചെന്ന് അത് ഓപ്പൺ അല്ല, പിന്നെ നമ്മൾ കറങ്ങി നടന്ന് ഇപ്പുറത്ത് വന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ മൊത്തം പോയ സ്ഥലത്ത് എഫെസോസിൽ ഭയങ്കര തിരക്ക്,
പിന്നെ എവിടെയാ നമ്മൾ ഭയങ്കര തിരക്ക്? പെർഗമം ഭയങ്കര തിരക്ക്. ബാക്കി സ്ഥലങ്ങളിലൊന്നും അധികം ആളുകളില്ല. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ സിറ്റിയുടെ അവശിഷ്ടങ്ങളുടെ ആ ഭാഗം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആളുകൾ അധികം കാണാൻ വരാറില്ല. എഫെസസിലാണെങ്കിലും പെർഗമമിലാണെങ്കിലും എക്സ്കവേഷൻസ് എല്ലാം ഭയങ്കര ഹ്യൂജ് ആണ്. കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുമാണ്. അതെ, അതുകൊണ്ട് അത് മാത്രമല്ല, ഓരോ സ്ഥലങ്ങളിൽ നിന്നും അടുത്ത സ്ഥലത്തോട്ട് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരുന്ന ഒരു ജസ്റ്റ് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ട്രാൻസിഷനിലാണ് മാത്രമാണ്. പക്ഷെ അതായിരുന്നില്ല, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ 2-3 hours. എത്ര കിലോമീറ്റേഴ്സ് ഉണ്ടായിരിക്കും നോർമലി? അതൊക്കെ 2-3 hours എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇന്ത്യൻ റോഡിൽ അത് ശരിയായിരിക്കില്ലായിരിക്കും. കിലോമീറ്റേഴ്സ് ഭയങ്കര 200 kilometers ഒക്കെ 400 kilometers ഒക്കെ വന്നിട്ടുണ്ട്. വ്യത്യാസം ഉണ്ടാകുക. ബട്ട് റോഡുകളെല്ലാം നല്ലതായതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റും. പക്ഷെ 2-3 hours എടുത്താണ് നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ജേർണി ചെയ്തത്. പക്ഷെ അതാണ് നിങ്ങളുടെ മുന്നിൽ ചെറുതായിട്ട് വരുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോ നമ്മൾ അധികം ആളുകളെ ഒന്നും കണ്ടില്ല. 1-2 പേര് വന്നു പോയി. അതിനുശേഷം നമ്മൾ റെക്കോർഡ് ചെയ്ത സമയത്ത് ആരുമില്ല, ആ ക്യാമ്പസിലും ആരുമില്ല. ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ നമ്മള് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ കേൾക്കും. ബട്ട് അതിനെ കുറിച്ച് പാസ്റ്റർ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ? വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ തുയഥൈര എന്ന് പറയുന്ന ആ പട്ടണത്തെ എനിക്ക് തോന്നുന്നു അതൊരു തുറമുഖ പട്ടണമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം അതുകൊണ്ട് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ കാര്യമായിട്ട് നടന്നിരുന്ന ഒരു പട്ടണമായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാരികൾ ഒത്തിരി ആളുകൾ, അതായത് ബിസിനസ്മെൻ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ഈ ട്രേഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഒത്തിരി പേരുണ്ടായിരുന്നു. അതിനകത്ത് പ്രസിദ്ധിയായിട്ടുള്ള ഒരു സ്ത്രീ, ബൈബിളിലെ സ്ത്രീ. വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ വെച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ലിഡിയയുടെ കാര്യം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. 2 പെൺപിള്ളേരാണ്, ഒന്ന് ലിഡിയ, 2 ജെസബേൽ. ഒരു പെങ്കൊച്ച് അവിടെ ജനിച്ചു വളർന്ന് വേറെ രാജ്യത്തേക്ക് പോയി. പക്ഷെ അവളിലൂടെ യൂറോപ്പ് തുറക്കുന്നു. വേറൊരു ലേഡി ഇതിനകത്ത് തന്നെ, ജെസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒത്തിരി പേര് ഈ ഇവിടെ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 18 മുതലുള്ള ഭാഗത്താണ് ആ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് സെക്ഷൽ ഇമ്മൊറാലിറ്റിയിലേക്കൊക്കെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്തിരുന്നുണ്ട് ഒത്തിരി പേരെ വഴിതെറ്റിക്കുന്ന ഒരു സ്ത്രീ അതിൻ്റെ അകത്തിരിക്കുക. ഇവിടെ ഇതുപോലെ തന്നെ പക്ഷെ അവിടെ ആദ്യം തന്നെ കർത്താവ് പറയുന്നൊരു കാര്യം, these are the words of the Son of God, whose eyes are like blazing fire and whose feet are like burnished bronze. അപ്പൊ കർത്താവ് ഈ സഭയ്ക്ക് പ്രത്യക്ഷനാണ്, അല്ലെങ്കിൽ സഭയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, തന്നെത്താൻ പറയുന്നത് എന്തായിട്ടാണ്? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനും വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ളവനുമായവൻ. അതിന്റെ അർത്ഥം ഞാൻ അങ്ങോട്ട് വരുന്നത് എന്തായിട്ടാണ്? ഒരു ന്യായാധിപനായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അവിടെ നടക്കുന്നതൊക്കെ എന്ന ആ ഭാവത്തിലാണ് കർത്താവ് തന്നെത്താൻ എഴുതുമ്പോൾ തന്നെത്താൻ പറയുന്നത്. പക്ഷെ അപ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട്, നിന്റെ പ്രവൃത്തി എനിക്കറിയാം, നിന്റെ വിശ്വാസം എനിക്കറിയാം, പിടിച്ച് സഹിഷ്ണുതയോടുള്ള നിന്റെ വേല എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആദ്യം ചെയ്തതിനേക്കാൾ വലിയ മിനിസ്ട്രിയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട് ദാറ്റ് യു ആർ ഡൂയിങ് മോർ ദാൻ യു ഡിഡ് ഫസ്റ്റ്. പണ്ട് ചെയ്തതിനേക്കാൾ വലിയ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഇവര്. അപ്പൊ ഉള്ളതെല്ലാം നല്ലതെല്ലാം കർത്താവ് എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം 20-ാമത്തെ വചനത്തിൽ നെവർദലെസ് ഐ ഹാവ് ദിസ് അഗെയിൻസ്റ്റ് യു, എങ്കിലും ഈ ഒരു കാര്യം നിനക്കെതിരെ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നും അന്നും ദൈവസഭകളിൽ കർത്താവിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ടെങ്കിൽ കർത്താവ് അത് വെട്ടിത്തുറന്ന് പറയും, മക്കളെ ഇത് ശരിയല്ല, നീ മാനസാന്തരപ്പെട്ടേ പറ്റൂ, നീ മടങ്ങി വന്നേ പറ്റൂ, ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി, ഇത് വിട്ട് നീ ശുദ്ധീകരിക്കും. ഇതൊക്കെ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ്. മാത്രമല്ല ഒത്തിരി നീണ്ട ലെറ്ററാ. ഞാൻ ഒരു സ്ഥലത്ത് എവിടെയോ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. അതായത് പ്രശംസിക്കാൻ അധികമൊന്നുമില്ല, കുഴപ്പങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിൽ നീണ്ട ലെറ്റർ ആയിരിക്കും. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സഭയാണെങ്കിൽ ചെറിയ ലെറ്റർ. അപ്പോൾ എടുത്തു നോക്കിയോ, നിങ്ങളെടുത്ത് നോക്കിയോ, അതിന് ഫിലഡൽഫിയ സഭ ചെറിയ ലെറ്റർ എഴുതി. ഇതൊക്കെ ഭയങ്കര ലൗകിക സഭയ്ക്ക് നീണ്ടതാ, തുയഥൈര സഭയ്ക്ക് നീണ്ട ലെറ്റർ. കർത്താവ് പറയുക. അപ്പൊ അങ്ങനെ അവിടെ ഉദയനക്ഷത്രം കൊടുക്കും, അങ്ങനെ ഒത്തിരി വാഗ്ദത്തങ്ങളൊക്കെ കർത്താവ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വേഗത്തിൽ തുയഥൈരയിലേക്ക് പോകാം.
ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ബൈബിൾ എടുത്ത് വയ്ക്കുക, എല്ലാം നോട്ട്ബുക്കൊക്കെ എടുത്ത് വയ്ക്കുക, എഴുതുക, പ്രധാന കാര്യങ്ങൾ വരച്ചു വെക്കുക. എനിക്ക് ഒരു കാര്യം കൂടി റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഈ വീഡിയോയ്ക്ക് ഒരു വിശ്രമം കൊടുക്കരുത്. ഇതിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് ഒക്കെ കമൻറ്റ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. കാരണം ഒത്തിരി പേരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഞങ്ങളിപ്പോൾ തുയഥൈര പട്ടണത്തിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ ഇരിക്കുന്നത് ഇവിടെ ചുറ്റും നോക്കിയാൽ ഒരു ഏൻഷ്യൻ സിറ്റിയുടെ വളരെ വർഷങ്ങൾ പഴക്കമുള്ള സിറ്റിയുടെ അവശിഷ്ടങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കർത്താവ് 7 സഭകൾക്ക് ലെറ്റർ എഴുതിയപ്പോൾ തുയഥൈരയിലെ ഈ നാട്ടിലെ സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു കത്തെഴുതി. ഇത് ഈ 7 സിറ്റികളിൽ അല്ലെങ്കിൽ 7 പട്ടണങ്ങളിലെ ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നൊരു സ്ഥലമാണ് തുയഥൈര. പക്ഷേ ലെറ്റർ ആണെങ്കിൽ നല്ല നീളമുണ്ട്. എല്ലാ ലെറ്ററുകളെക്കാളും നീളം കൂടിയ ലെറ്ററാണ് കർത്താവ് തുയഥൈരയ്ക്ക് എഴുതിയത്. നമുക്കൊന്ന് വായിച്ചാലോ അത്? എന്നിട്ട് നമുക്ക് 1-2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവത്തിന് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചക എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവരുടെ നടപ്പും വിട്ട് മാനസാന്തരപ്പെടാതിരുന്ന വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുഴിച്ചവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ തുയഥൈര പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വൂള്, ബ്രോൺസ്, അതുപോലെ പേർപ്പിൾ, രക്താംബരം എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഇതിൻ്റെയൊക്കെ ഒത്തിരി ട്രേഡ്, ഒത്തിരി പ്രൊഡക്ഷൻസ് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. അതെ അതെ, അതുകൊണ്ടാണല്ലോ നമ്മൾ ലുദിയ അവളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ തുയഥൈരക്കാരിയും തുയഥൈര പട്ടണക്കാരിയായിരുന്നു എന്ന് വെച്ചാൽ അവൾ ഇവിടെ ജനിച്ചു വളർന്നതാണ്. പക്ഷേ ഫിലിപ്പിയിലായിരുന്നു. ഫിലിപ്പിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗ്രീസിലാണ്. ഗ്രീസിന്റെ ആ ഭാഗത്തായിരുന്നു അവൾ. ഒരുപക്ഷെ ബിസിനസ്സുകാരി ആയതുകൊണ്ട് രക്താംബരം വിൽക്കുന്നവൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് അവിടെ ഇമ്പോർട്ട് ചെയ്ത് അവിടെ കച്ചവടം നടത്തുന്ന ആളായിരിക്കും. വലിയൊരു ബിസിനസ് വുമൺ ആയിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഈ ഏൻഷ്യൻ ടൈമില് ഈ പേർപ്പിൾ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാര് വലിയ പണക്കാരായിട്ട് സമ്പന്നരും മാത്രമേ ധരിക്കുള്ളായിരുന്നു. അത് മെയിൻലി നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഈ പേർപ്പിൾ ഡ്രസ്സിന്റെ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു കടൽ ചിപ്പിയിൽ നിന്ന് മാത്രമാണ് അന്ന് ഈ കളർ കിട്ടിയിരുന്നത്, ഡൈ എടുക്കുന്നത്. ആ ഡൈ വളരെ പ്രയാസമാണ് എടുക്കാൻ. അതും ആയിരക്കണക്കിന് ചിപ്പി എടുത്താൽ മാത്രമാണ് അതിൽ നിന്ന് കുറച്ച് ഡൈ കിട്ടുള്ളൂ. അപ്പൊ ആ ഡൈ വെച്ചിട്ട് അത് നിറം പിടിപ്പിക്കാവുന്ന സ്റ്റൈലിലുള്ള രീതികളോ വാട്ടറും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഈ പട്ടണത്തിൽ സുലഭമായിരുന്നു. അതുകൊണ്ടാണ് ഈ പട്ടണത്തിൽ അതിന് വളരെ പ്രസിദ്ധി ആർജിച്ചിരുന്നത്. പക്ഷേ സംഭവം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു പേർപ്പിൾ ഡ്രസ്സ് നമ്മള് അപ്പൊ അത്രയും അധികാരസ്ഥരായിട്ടുള്ള ആളുകളും സമ്പന്നരായിട്ടുള്ള ആളുകളെ മോടി പിടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പട്ടണം എന്നും കൂടി വേണമെങ്കിൽ ഈ ഒരു പട്ടണത്തെ കുറിച്ച് പറയാം. ലേഡീസ് ലിസൺ ടു മീ. ഇവിടത്തെ ഒരു പെങ്കൊച്ച് ഇവിടുന്ന് അവിടെ പോയിട്ട് ഫിലിപ്പിയിൽ പോയി താമസിക്കുക ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി. പക്ഷെ അവള് ഭക്തിയുള്ളവളായിരുന്നു. 2 അപ്പോസ്തലന്മാർ കടൽ തീരത്തൂടെ വരും. അവിടെ ഒരു ലേഡീസ് പ്രയർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ നാട്ടുകാരിയായ പെണ്ണ് അവിടെ ഈ അപ്പോസ്തലന്മാരെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല അങ്ങനെയാണ് ആദ്യമായി യൂറോപ്പിൽ സുവിശേഷപ്പെടുത്തുന്നത്. ലുദിയുടെ ഹൃദയം കർത്താവ് തുറന്നു. അതോടെ യൂറോപ്പാണ് തുറന്നത്. ഒരു സ്ത്രീ ഹൃദയം തുറന്നപ്പോൾ തുറന്നു വന്നത് യൂറോപ്പാണ്. അങ്ങനെയാണ് യൂറോപ്പിലെല്ലാം
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായി, സഭകൾ സ്ഥാപിക്കപ്പെട്ടു. സോ അങ്ങനെ ഒരു പട്ടണമാണ്. പക്ഷേ വേറൊരു ലേഡി കൂടി ഇവിടെ ഉണ്ടായിരുന്നു, അറിയാമോ? ജെസബേൽ. ഈ ചർച്ചില്, ഇവിടുത്തെ ചർച്ചിൽ ഒരു പ്രവാചകി, ഒരു പെണ്ണുണ്ടായിരുന്നു. അത് വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലാണ് കാണുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ചു. അപ്പൊ ഈ പട്ടണത്തിൽ 2 സ്ത്രീകൾ. ഒരു സ്ത്രീ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് യൂറോപ്പില് അവിടെ ഫിലിപ്പിയിലെത്തി, അവിടെ സുവിശേഷത്തിന് വേണ്ടി നിന്നു. ഈ സ്ത്രീ ഇവിടുത്തെ ചർച്ച് മെമ്പറാ, പക്ഷേ ദുരുപദേശം കൊണ്ടു. ദുരുപദേശം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അവൾ പറഞ്ഞത് ഇതൊന്നും കുഴപ്പമൊന്നുമില്ലെന്നേ. സെക്ഷൽ ഇമ്മൊറാലിറ്റിയിലേക്കും കൺട്രോളിങ് സ്പിരിറ്റിലേക്കും ആ സ്ത്രീയിലൂടെ അശുദ്ധാത്മാവ് ഇതിനകത്ത് കയറി, സഭയ്ക്കകത്ത് കയറി. അതുകൊണ്ട് കർത്താവ് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ കർത്താവ് ആദ്യത്തെ വാക്കുകളൊന്ന് വെളിപ്പാട് പുസ്തകത്തിലൊന്ന് വായിക്കാം. എങ്ങനെയാണ്? അഗ്നിജ്വാലക്കത്ത കണ്ണുള്ളവനും എന്നൊക്കെ പറഞ്ഞുകൂടെ പറയുന്നത്. അതിന്റെ അർത്ഥം അല്ലല്ല, ഇപ്പൊ വായിച്ച ഭാഗത്ത് തന്നെ തുയഥൈര പട്ടണം. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സഭയ്ക്കകത്ത് നടക്കുന്ന എല്ലാം കർത്താവിന് കാണാം. ഇപ്പൊ 2 സ്ത്രീകൾ ഈ നാട്ടിൽ നിന്ന് എഴുന്നേറ്റു. ഒരാൾ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച് സഭകൾ, ഒരു കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഒരു യൂറോപ്പ് തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മറ്റേ ആള് അശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് സഭയെ തകർക്കാൻ വേണ്ടി. ഇതെല്ലാം കർത്താവിന് കാണാം. ഇത് കൂടാതെ ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നൂല്, വൂള്, ക്ലോത്ത്, അത് ഇങ്ങനെ ഒത്തിരി പ്രൊഡക്ഷൻ, നിർമ്മാണം ഉണ്ടായിരുന്ന ഒരു സ്ഥലം, ട്രേഡ്സ് ഉണ്ടായിരുന്ന സ്ഥലം. അതുകൊണ്ട് ഓരോ ട്രേഡിനും ഒരു, നമ്മളവിടെ വ്യാപാരി വ്യവസായി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ട്രേഡ് യൂണിയൻ പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ക്ലോത്ത് മർച്ചൻസിനെല്ലാം കൂടി ഒരു അസോസിയേഷൻ ഉണ്ട്. ഇതുപോലെ ഓരോന്നിനും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ ക്ലോത്തും മർച്ചൻസ് അസോസിയേഷനിൽ അധികവും വിഗ്രഹാരാധനയും എല്ലാ ടൈപ്പ് പരിപാടികളും ഉണ്ട്. അതിൽ പങ്കെടുത്തില്ലെങ്കിൽ ഔട്ടാവും. അപ്പോൾ ഇവിടുത്തെ വിശ്വാസികളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ വിശ്വാസികൾ ഇതിൽ നിന്നും സുവിശേഷം കേട്ട് ഈ അശുദ്ധിയിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന്, ദുർമാർഗങ്ങളിൽ നിന്നെല്ലാം പുറത്തു വന്നപ്പോൾ ഇവിടെ ജോലി പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്, വരുമാനം നിന്ന് പോയാൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമോ? ഇങ്ങനെ വലിയ പ്രശ്നത്തിലൂടെ പോയ ഒരു സഭയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നത് ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിന്റെ വിശ്വാസം, നിന്റെ സ്നേഹം, നിന്റെ പ്രവൃത്തി, ആദ്യത്തെ പ്രവൃത്തിയൊക്കെ സഹിഷ്ണുത. അത്രയും കഷ്ടപ്പാടിലൂടെയാണ് തുയഥൈരയിലെ സഭ പോയത്. പക്ഷെ കർത്താവിനതറിയാം. ഇത് കാണുന്ന സഭകളോട്, ദൈവദാസന്മാരോട്, വിശ്വാസികളോട് നിങ്ങൾ പറയാം, ഒരുപക്ഷെ വലിയ പ്രശ്നത്തിലൂടെ ആയിരിക്കും സഭകൾ പോകുന്നത്, വിശ്വാസികൾ പോകുന്നത്. പക്ഷെ പിടിച്ചു നിന്നാൽ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കണ്ടോ? വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജാതികളുടെ മേൽ അധികാരം. ഇപ്പൊ ജാതികൾ ഇവരെ ഭരിക്കാൻ പോകും. പക്ഷെ ഇനി ജാതികളുടെ മേൽ അധികാരം പിന്നെന്തൊക്കെയാ? ഇരുമ്പുകോൽ കൊണ്ട് നിങ്ങൾ അവരെ അതിന്റെ മേൽ വാഴ്ച, ഡൊമീനിയൻ ആൻഡ് റൂളർഷിപ്പ്. പിന്നെ ഉദയനക്ഷത്രം കൊടുക്കും. ഞാൻ എല്ലാത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മുടെ വെളിപാട് പുസ്തകത്തിലെല്ലാം ഉണ്ടല്ലോ. അതിലേക്കൊന്ന് പോയി എല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച, ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ശക്തമായി കർത്താവ് പ്രവർത്തിച്ച ഒരു ഭാഗമാണ്. ഇതിൻ്റെ പുറകിലെല്ലാ പഴയ സിറ്റിയുടെ ഭാഗങ്ങൾ, അതുപോലെ എനിക്ക് തോന്നുന്ന ഏതോ ഒരു ശ്മശാനമൊക്കെ ഉണ്ടായിരുന്ന, സിറ്റി ലൈഫ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ഈ കോളംസും എല്ലാം നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ താഴേക്ക് പല ലെയേഴ്സ് ഓഫ് ഹിസ്റ്ററി, ഓരോരോ ഭരണകർത്താക്കന്മാർ വന്നപ്പോൾ അതെല്ലാം ഇതിൻ്റെ താഴേക്കൊക്കെ കിടപ്പുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു എൻകറേജ് യു, എന്ത് പ്രയാസങ്ങളുടെ പോയാലും കർത്താവ് കാണുന്നു. സോ ഐ ജസ്റ്റ് വാണ്ട് ടു എൻകറേജ് യു, എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ പോയാലും കർത്താവ് എല്ലാം തീജ്വാലയ്ക്കും എന്ന് മാത്രമല്ല, വലിയ വാഗ്ദത്തങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ 4 സഭകൾ ഏതൊക്കെയാണ്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 4 സഭകളുടെ സ്ഥലത്താണ് പോയിരിക്കുന്നത്. അടുത്ത പോഡ്കാസ്റ്റിൽ 3-ാം അധ്യായത്തിലെ 3 സഭകൾ, അങ്ങനെ മൊത്തം 7 സഭകൾ. സോ ആദ്യം നമ്മൾ പോയത് എഫെസോസിലെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? പക്ഷെ കണ്ടതിൽ ഏറ്റവും വിശാലമായ, ഏറ്റവും കൂടുതൽ ആൾത്തിരക്കുള്ള, ബൃഹത്തായ ഭയങ്കര സംഭവമാണ് എഫെസോസ്. ESP, TSP, L
മറക്കരുത്. എല്ലാവരും ഒന്ന് കമന്റ് സെക്ഷനിൽ ഇറക്കി ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. അത് കഴിഞ്ഞ് സ്മിർനയിലേക്ക് പോകുന്നു. ഓർക്കുക, പല പ്രാവശ്യം ഈ വീഡിയോ കാണണേ. പെർഗമം, തുയത്തൈര, ഇങ്ങനെ 4 പട്ടണങ്ങളിൽ അന്നുണ്ടായിരുന്ന സഭകൾ. പക്ഷെ ഇന്ന് അവിടെ ഉള്ളത് വെറും അവശിഷ്ടങ്ങളും കുറച്ച് ദേവാലയത്തിന്റെ ശകലങ്ങളും ഒക്കെ മാത്രമേ ഇന്നുള്ളൂ. എങ്കിലും കർത്താവ് സകല ലോകത്തോടും ഈ ഓരോ സഭയ്ക്കും കത്തെഴുതുമ്പോൾ കർത്താവ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അന്നും ഇന്നും ചെവിയുള്ളവർ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ ദയവായി അതിൽ ടൈപ്പ് ചെയ്തിടണം. ഒത്തിരി പേർക്ക് അത് അയച്ചു കൊടുക്കണം. അടുത്ത ആഴ്ചയിൽ ഈ സമയത്ത് ഇതിൻ്റെ 2ാം ഭാഗം നമുക്ക് കാണാം. സോ ഗോഡ് ബ്ലസ് യു.